യെശയ്യാ 6-ാം അധ്യായം 8-ാം വാക്യം. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു. ഹല്ലേലൂയ. ദൈവമക്കളെ, സ്വർഗം പറയുന്നത് കേൾക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗ്യമാണ്. സ്വർഗം പറയുന്നത് നമ്മൾ കേൾക്കേണ്ടത് ജീവിതത്തിൽ. ഇന്ന് രാവിലെ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് വന്നു. ഇപ്പം കൊച്ച് ഏതോ പരീക്ഷയ്ക്ക് എഴുതിച്ച് തോറ്റുപോയിട്ടുണ്ട്. അവൾ വല്ലാതെ വിഷമം, നല്ല മിടുക്കിയായിരുന്ന പറഞ്ഞത്. പഠിക്കാനൊക്കെ ഭയങ്കര സ്മാർട്ടായിരുന്നു ഈ കുട്ടി. നമുക്ക് മെഡിക്കൽ സ്കൂൾ അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല. ഇവിടെ മനസ്സിലേക്ക് ഇവൾ കിട്ടത്തില്ല. ഇവളിന്ന് പ്രാർത്ഥിക്കാൻ വന്നിട്ട് എന്നോട് ചോദിച്ചാൽ 2 എഴുതണോ അതോ 1 എഴുതിയാൽ മതിയോ? 7 വിഷയം എഴുതിയെടുക്കാനുണ്ട്, 7 പരീക്ഷയുണ്ട്. വേണമെങ്കിൽ 2 എഴുതാം. ഒന്നിച്ച് എഴുതണോ അത് 2 എഴുതണം. ദൈവങ്ങളെ, ഈ കൊച്ചിങ്ങനെ വിഷമിച്ച് നിൽക്കുക. അതായത് അവളുടെ കോൺഫിഡൻസ് ലെവൽ താഴോട്ട് പോയി. ഒരു ധൈര്യമില്ല ജീവിതത്തിന്. നമ്മുടെയൊക്കെ ജീവിതത്തിന് തകർച്ചയുടെ ഒരു കാര്യമായി, ഒരു ധൈര്യമില്ലാത്തൊരവസ്ഥയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്തായാലും വചനം തിരിച്ചും കൊണ്ട് നോക്കിയേക്കാം. നമുക്ക് ഈ ധൈര്യത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് ലൂക്കാസ് വിശേഷം എടുത്തു നോക്കിക്കേ. ലൂക്കാസ് വിശേഷം ഒരു വാക്യം മാത്രമേ വായിക്കുന്നുള്ളൂ, പിന്നെ തിരിച്ചു വരും. അവിടെ 1-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെട. 1:30 അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു വെച്ചേക്കണം കേട്ടോ. മറിയമേ നീ ഭയപ്പെടണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അവൾ ഈ വിശ്വസിക്കുന്ന വ്യക്തിയുടെ ഒരു പ്രത്യേകതയായിരുന്നു. വിശ്വസിക്കുന്ന ജീവിതത്തിൽ എന്ത് കാര്യമായിക്കൊള്ളട്ടെ, ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ലിസൺ ടു ദ ലോർഡ്. കർത്താവിനെ കേൾക്കണം മക്കളെ. ജീവിതത്തിൽ എന്തും ആയിക്കൊള്ളട്ടെ, നിന്റെ ജീവിതം നിനക്ക് നടക്കാനുള്ള വഴിയുടെ പേരാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. നിനക്ക് കഴിക്കാനുള്ള അപ്പത്തിന്റെ പേരാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. നിനക്ക് ശ്വസിക്കാനുള്ള ജീവശ്വാസത്തിന്റെ പേരാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ഈ തിരുവചനം ദൈവത്തിന്റെ വചനം. ഞാൻ അവളോട് മോളെ, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ എല്ലാം കൂടെ ഒന്നിച്ചെഴുതിക്കൊള്ളു. ഹല്ലേലൂയ. നമ്മളെ പുറകോട്ട് കാല് വെക്കാൻ, നമുക്ക് മുമ്പോട്ട് നീ കാല് വെച്ചാൽ ആ കാലിന് വേണ്ട ബലം തമ്പുരാൻ കർത്താവ് തരും. ഹല്ലേലൂയ. നമുക്ക് വേണോ വേണ്ട, കർത്താവ് ഒരു കാര്യം വേണോന്ന് വെച്ചാൽ പിന്നെ രണ്ടാമത് ചോദ്യത്തിന്റെ ആവശ്യമില്ല. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ വചനം ജീവിതം എപ്പോഴും അത് എന്ത് കാര്യമായിക്കൊള്ളട്ടെ. നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കും. നമ്മൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുമ്പോഴത്തേന് നമുക്ക് ആ കൃപയുടെ അനുഭവം നഷ്ടപ്പെട്ടു പോവുക. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒച്ചത്തിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ കൃപയുടെ അനുഭവം നമുക്ക് നഷ്ടപ്പെട്ടു പോവുക. നമുക്ക് വചനം വായിക്കാം. യെശയ്യാ 6:8. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ക്രിസ്മസ് ദിവസം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, കർത്താവ് ചോദിക്കുന്ന ചോദ്യം, ആരെയാണ് നാം അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി ക്രിസ്തു. ദൈവമക്കളെ, ഈ ബൈബിൾ പണ്ഡിതന്മാരും സഭാപിതാക്കന്മാരും ഒക്കെ പറയുന്ന മനോഹരമായിട്ടുള്ള വാക്യമുണ്ട്. പണ്ട് സെമിനാരി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇതെൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോയിട്ടില്ല. സെമിനാരി പഠിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ മറന്നു. പക്ഷെ അന്ന് അച്ഛൻ ഈ ക്ലാസ്, ഈ ബൈബിൾ, ഈ ലൂക്കാസ് വിശേഷവും മറ്റും പഠിപ്പിക്കുന്ന സമയമാണ്. ഇപ്പോഴത്തെ പ്രൊഫസർ വന്നിട്ട് ഒരു ഫ്രഞ്ചുകാരനാണ്. അദ്ദേഹം വന്നിട്ട് ക്ലാസ്സിലേക്ക് കയറി നിന്നു. ക്ലാസ്സിൽ ഈ ഭാഗമാണ്, അനൻസിയേഷനാണ് വിഷയം. അദ്ദേഹം വന്നു പറഞ്ഞൊരു കൊച്ചു വാക്യം ഇപ്പം നിങ്ങളോട് ഞാൻ പറയാൻ പോവുക. അദ്ദേഹം പറഞ്ഞു, ലോക ചരിത്രത്തിൽ സ്വർഗവും ഭൂമിയും നിശ്ചലമായ ഒരൊറ്റ നിമിഷമുള്ളൂ. ലോക ചരിത്രത്തില് സ്വർഗവും ഭൂമിയും നിശ്ചലമായ ഒറ്റ നിമിഷമുള്ളൂ. അല്ലെങ്കിൽ സ്വർഗത്തിൽ എപ്പോഴും ഹല്ലേലൂയ, സ്വർഗത്തിൽ എപ്പോഴും ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുക, വലിയ മാലാഖമാരിലേക്ക് സ്തുതിക്കുക. പക്ഷെ on this particular moment even the heaven was stilled. സ്വർഗം പോലും നിന്നു ആ സമയത്ത്. ഒരാൾ ശ്വസിക്കുന്ന സ്വരം പോലും കേൾക്കാവുന്ന രീതിയിൽ അത്രയ്ക്ക് വലിയൊരു സ്റ്റിൽനെസ് ലോകത്തിലേക്ക് വന്നു. എപ്പോഴാണെന്നറിയോ? അത് മാലാഖ വന്ന് പരിശുദ്ധ മാതാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട്, ഇതാ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോൾ
അതിന് എന്ത് ഉത്തരം മറിയം പറയും എന്ന് കേൾക്കാനായിട്ട് സ്വർഗ്ഗം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, മാലാഖമാർ, സ്വർഗ്ഗം മുഴുവൻ ഭൂമിയിലേക്ക് ചെവിചായ്ച്ചു നിന്ന ലോകം മുഴുവൻ നിശ്ചലമായ ഒരു വിശുദ്ധ നിമിഷമാണ് ദൈവത്തിന്റെ ഇഷ്ടം മറിയത്തോട് പറയപ്പെട്ട നിമിഷം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പറഞ്ഞ മനസ്സിലായോ? അത് ഈ സ്വർഗ്ഗം മുഴുവൻ ഉറ്റു നോക്കുക. ഈ പെങ്കൊച്ച് തിരിച്ചെങ്ങാനും പറഞ്ഞ ലോകത്തിന്റെ ഗതി മാറിപ്പോകും. ഇന്ന് ഈ കാരിസ്മാൻ ഉണ്ടാവില്ല, ഇന്ന് ഈ അച്ഛൻ ഇവിടെ ഉണ്ടാവില്ല, നമ്മൾ ആരും ഇവിടെ ഉണ്ടാവില്ല. ഹല്ലേലൂയാ. ലോകത്തിന്റെ വിധി നിശ്ചയിക്കാൻ ദൈവത്തിന്റെ വചനത്തിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ലോകത്തിന്റെയും ജീവിതത്തിന്റെയും വിധി നിശ്ചയിക്കാനുള്ള ഒരു കാര്യമായി മാറും. ഹല്ലേലൂയാ. നമ്മളെ ഇതാ പറയാം, കർത്താവ് പറയുമ്പോൾ ആര് ശ്രദ്ധിക്കുന്നുവോ, കർത്താവിന്റെ വചനത്തിന് ആര് ആമേൻ പറയുന്നുവോ, ആ സമയത്ത് നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയാ. ആരെ ആണ് ഞാൻ അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ വായിച്ചു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ എന്നെ ഐ ആം റെഡി. ദൈവമക്കളെ, ഈ ക്രിസ്മസ് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈശോ ബെത്ലഹേമിൽ ജനിച്ച കാര്യത്തെ പറ്റി അല്ല പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്ന് കർത്താവ് ഈ 2000 ഡിസംബർ മാസം 24-ാം തീയതി ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിന് ആമേൻ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യം സംഭവിക്കുമെന്ന്. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ അച്ഛനതിന്റെ ബോധ്യം ഇപ്പം പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നൽകുന്നൊരു ബോധ്യം. നീ ഒരു ആമേൻ പകട കുട്ട, നീ ഒരു ആമേൻ പക. ദൈവത്തിന്റെ വചനത്തിന് വിട്ടുകൊടുക്ക. അതൊരു വൈദികനാണെങ്കിലും ശരി, ഒരു സന്യാസിനി ആണെങ്കിലും ശരി, ഒരു കുടുംബനാഥന്റെ കുടുംബനാഥൻ, നീ ദൈവത്തിന്റെ വചനം വായിച്ചിട്ട് ആമേൻ എന്ന് നീ പറഞ്ഞാല് നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത, ചിലപ്പം പറഞ്ഞല്ലേ എൻ്റെ ജീവിതത്തിലെ അനുഭവം ഞാൻ പറഞ്ഞത്, ഒരു വെളിപാട് അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനം പറഞ്ഞ സൗഖ്യം കർത്താവ് കൊടുക്കും. ഒരു വെളിപാട് അല്ലെങ്കിൽ വ്യാഖ്യാനം എന്ന കർത്താവ്, അത് വചനത്തിന്റെ കർത്താവ് ഒരു വെളിപാടായി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ എന്നെ അയച്ചാലും. തൊട്ടുമുമ്പ് യെശയ്യായുടെ വിശുദ്ധീകരണം നമ്മളൊന്നും എടുത്തിട്ടില്ല. യെശയ്യാ പ്രവാചകനെ കർത്താവ് വിളിക്കുന്ന സംഭവമാണ്. ഇതാ ഞാൻ, യൂസ് മീ ലോർഡ്. കർത്താവേ എന്നെ വിട്ടുകൊടുക്കണം മക്കളെ. തമ്പുരാന് വേണ്ടി നമ്മൾ ലോകത്തിൽ ഒരുപാട് ചെയ്യുന്നൊക്കെ വെറുതെ ആട്ടോ. എനിക്കറിയത്തില്ല അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. വെറുതെ നമ്മൾ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടൊക്കെ വെറുതെയാ. നിങ്ങൾ വീട് വെക്കുന്നത് വെറുതെയാ, നിങ്ങൾ ചെയ്തു കൂട്ടുന്നത് വെറുതെയാ. ഒറ്റ കാര്യമുള്ള മക്കളെ, ദൈവത്തിന്റെ വചനത്തിന് ആമേൻ പറയുന്ന നിമിഷം ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ദൈവം നിന്നെ കൊണ്ട് ഓരോ കാര്യവും ചെയ്തു തുടങ്ങും. നമുക്ക് എന്നാണ് ഇത് പിടികിട്ടാത്തത്? രാവിലെ എഴുന്നിട്ട് പണിക്ക് പോക്കാം, രാവിലെ എഴുന്നിട്ട് എക്സസൈസ് ചെയ്യാൻ പോവാം, പടഞ്ഞാ വീഴുന്ന ഓരോരുത്തര്. നമുക്കിത് പിടികിട്ടണില്ല, അച്ഛന്മാർക്ക് ഇത് പിടികിട്ടണില്ല, കന്യാസ്ത്രീകൾക്ക് ഇത് പിടികിട്ടണില്ല. എല്ലാരും തിരക്ക, ദൈവമക്കൾക്ക് ഇത് പിടികിട്ടണില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നെ അയച്ചാലും മേക്ക് എ ഡിസിഷൻ ടുഡേ. കർത്താവേ നിന്റെ വചനത്തിന് ആമേൻ പറയാം. അബ്രഹാത്തെ അറിയാമല്ലോ, മോറിയ മലയിലേക്ക് പോകാൻ വേണ്ടി കർത്താവ് പറയുമ്പോ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനെ നീ എനിക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരുന്ന മലയിൽ കൊണ്ട് ബലിയർപ്പിക്കുക. ഇതൊരു വല്ലാത്തൊരു ധൈര്യമാണ്, ഇതൊരു വല്ലാത്ത ധൈര്യം. നമ്മൾ വേഗം അത്ര ഈസി അല്ല. ദൈവവചനത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളത് ഒരു അപാര ധൈര്യം വേണം. ഇത് അന്ധവിശ്വാസത്തിന് കളിയൊന്നും അല്ല മക്കളെ, വിവരമില്ലാത്തവൻ പറയുന്നത്. ഇതൊരു വലിയ കമ്പനി, ഒരു ജീവിതം എടുത്ത് കൈ എന്ത് വേണേ ചെയ്തോളാൻ. കൊച്ചു പിള്ളേരെ തുമ്പി കൊടുക്കും. തുമ്പി കൊടുത്തു. ഒരു സന്യാസി പറഞ്ഞ കഥയാ, ഞാൻ കഥയൊന്നും പറയാറില്ല, പെട്ടെന്ന് മനസ്സിൽ വന്നുകൊണ്ടാ. ഇങ്ങനെ തുമ്പി എടുത്ത് കൈ പിടിച്ചിട്ട് ചോദിച്ചു, ഈ തുമ്പിക്ക് ജീവനുണ്ടോ ചത്തോന്ന് ചോദിച്ചു.
സന്യാസി പറഞ്ഞു, ചത്തെന്ന് പറഞ്ഞത്. ഇപ്പം കൈ തുറന്നു വിട്ടു, തുമ്പി പറന്നുപോയി. ജീവനുണ്ടെന്ന് പറയാൻ കൊല്ലും. കയ്യിലിരിക്കുന്ന തുമ്പിക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞാൽ തോക്കാനുള്ള ഒരു ധൈര്യമുണ്ട് മക്കളെ. ജീവിതത്തിൽ നഷ്ടപ്പെടുത്താൻ കുടുംബജീവിതമൊക്കെ അതെ അച്ഛനാ പറഞ്ഞു തരുന്നത്. തല്ലിപ്പിരിഞ്ഞെങ്കിൽ എത്ര കുടുംബങ്ങളാണെന്നറിയാം. ഈ തുമ്പിയുടെ കളിയാ. ആരാ ജയിക്കും? തുമ്പി ചാകും. കുടുംബജീവിതമൊക്കെ ഒരുപാട് ഈ അടുത്ത ദിവസങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ വന്ന ഒരുപാട് കുടുംബങ്ങൾ, എല്ലാ കുടുംബം സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും വെൽ ഓഫ്. പക്ഷെ എപ്പോഴാ പൊട്ടുന്നതെന്ന് അറിയത്തില്ല. കുടുംബത്തിലോട്ട് തിരിഞ്ഞു നോക്കാത്ത ഭർത്താവ്, മക്കളുടെ കാര്യം ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത അമ്മ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ നിന്റെ ജീവിതം അതാണ്. ഒരു പൗരോഹിത്യം. എനിക്ക് കുർബാനയല്ല വിഷയമെങ്കിൽ, എനിക്ക് ദൈവവചനമല്ല വിഷയം, ഞാൻ തകർന്നു പോകും മക്കളെ. ഞാൻ അനുഭവത്തിൽ നിന്നാ പറയണേ. ചിലപ്പോൾ അച്ഛന്മാർ പ്രാർത്ഥിക്കാൻ വരാറുണ്ട്. ഒരു തെറ്റുമല്ല അച്ഛൻ ചെയ്യുക. അച്ഛൻ നല്ല അച്ഛൻ്റെ ജോലിയാണ്, അച്ഛൻ്റെ സ്ഥാപനം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അച്ഛൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ഒരു അച്ഛൻ വന്ന് വെച്ചാൽ ഒരു സന്തോഷമില്ല. ഞാൻ ചോദിച്ചു, അച്ഛൻ കുർബാനയില്ലോ? ആ കുർബാനയില്ലോ. അച്ഛൻ പ്രാർത്ഥിക്കാറുണ്ടോ? ആ, ഞാൻ രാവിലത്തേക്ക് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ കയറിയ ഈ ഓഫീസ് ജോലിയാണ്. ഞാൻ പറഞ്ഞ പൊന്നുമോനെ, മെത്രാനച്ഛനെ ഏൽപ്പിച്ച ജോലി നീ ചെയ്തു. പക്ഷേ നിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഏൽപ്പിച്ചൊരു ജോലിയുണ്ട്. നീ ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് കരയാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് കരയാത്ത ഒരു മനുഷ്യനും ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റില്ല. കുർബാനയുടെ മുമ്പിലിരുന്ന് കരയാൻ പറഞ്ഞു. അച്ഛൻ ടെൻഷൻ മാറും. അദ്ദേഹം പറയും, ഭയങ്കരം എടുക്കനാണ്. എല്ലാം ശരിയാക്കിയ ഒരു അവസാന നിമിഷം എവിടെയെങ്കിലും ഒരു കെണി വീഴും. ഭയങ്കര എക്സലന്റ്, നല്ല മിടുമിടുക്കുന്ന ഒരു അച്ഛൻ്റെ കഥയാണ് ഞാനീ പറയണേ. അവസാനം ചെല്ലുമ്പോൾ ഒരു പ്രോബ്ലം വരും. ഒരു കാര്യം ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് അവസാനം പാസ്സാകത്തില്ല. ഇല്ലെങ്കിൽ എന്തെങ്കിലും അത് പോലീസ് കേസിലോട്ട് പോവുക. വെറുതെ പോവുക. ചുമ്മാ ഇരിക്കുമ്പോഴാണ് വന്ന് കയറുന്ന പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നച്ഛ, അച്ഛൻ്റെ കഴിവിലും അച്ഛൻ്റെ ശക്തിയിലും ഒന്നും വെളിപ്പെടാനില്ല. ദൈവത്തിൻ്റെ ശക്തിയിലും ദൈവത്തിൻ്റെ കഴിവിലും അച്ഛന് ചിന്തിക്കാൻ പറ്റാത്തത് അച്ഛൻ്റെ ജീവിതത്തിൽ കർത്താവ് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. മക്കളെ ഹല്ലേലൂയ. അച്ഛന് ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരുടെയും ജീവിതം ഇങ്ങനെയാ മക്കളെ. നീ വല്ലാതെ നിന്റെ കുടുംബത്തിന് വലിയ പ്രതിസന്ധിയായിട്ടാണ് വരുന്നതെന്നിരിക്കുന്നതെങ്കിൽ ഒരു പൊന്നു മക്കളെ ഒറ്റ രഹസ്യമുള്ളൂ എന്ന് പറഞ്ഞു തരാനായിട്ട്. ദൈവത്തിൻ്റെ വചനമെടുത്ത് വായിച്ചിട്ട് ആമേൻ എന്ന് പറയണം, ആമേൻ എന്ന് പറയണം, ആമേൻ എന്ന് പറയണം. നീ ആ വചനം ജീവിച്ചു തുടങ്ങുക. അപ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ പൊട്ടിവിരിയത് നീ കാണും. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ചേട്ടായിയെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുക. ചേട്ടായിക്ക് ഇച്ചിരി കള്ളുകൂടിയൊക്കെ ഉണ്ട്, വിദേശത്തൊക്കെ ആയിരുന്നു. അപ്പം ജോലിയെല്ലാം പോയി, കോവിഡ് ജോലിയൊക്കെ പോയി തിരിച്ച് നാട്ടിൽ വന്ന് കുറച്ച് പൈസയുണ്ട്. പൈസയൊന്നും തീർന്നിട്ടില്ല. കള്ളുകൂടിയോട് കള്ളുകൂടി. വലിയ വഴക്കൊന്നുമില്ല. രണ്ട് ആൺപിള്ളേർ. ചേച്ചി പോയി അച്ഛനെ പോയി ഒന്ന് കാണാം. അച്ഛനെ പോയി കണ്ടാൽ രക്ഷപ്പെടും. എവിടെ ചേട്ടൻ രക്ഷപ്പെടാൻ ഒരു കാണാം. കുടി നിർത്തിയിട്ടുള്ള രക്ഷയൊന്നും വേണ്ട, ചേട്ടൻ വരത്തില്ല. ഈ ചേച്ചി എന്നോട് പറയാം, എൻ്റെ ഞാൻ പിന്നെ പകച്ചിൽ നിർത്തി. പകച്ചിൽ ഞാൻ നിർത്തി. ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ദൈവവചനം വായിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമക്കളെ, നിന്റെ ജീവിതം ഗുണം പിടിക്കണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിനപ്പുറം ഒരു മനുഷ്യനെ ഉപദേശിച്ച് നന്നാക്കാൻ പറ്റില്ല മക്കളെ. നീ എന്തുമാത്രം എണ്ണയൊഴിച്ച് ഒരു തിരി കത്തിച്ചു എന്നുള്ളതാണ് വിഷയം. നിന്റെ വെല്ലുവിളിച്ചച്ഛൻ പറയുന്നത് എന്തുവായി? നിന്റെ ക്യാൻസർ രോഗം സുഖപ്പെടും, ഭ്രാന്ത് മാറും, കുടുംബ പ്രശ്നങ്ങൾ മാറും, കുടുംബകലഹങ്ങൾ മാറും. കർത്താവിന്റെ വചനത്തിന് നീ ആമേൻ പറയുമ്പോൾ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാ പറയുക, ഇതാ ഞാൻ എന്നെ അയച്ചാലും അവിടുന്ന് എന്നോടും അരുളി ചെയ്തു, പോവുക. യു ഗോ. അയച്ചോ. ഈ ജനത്തോട് പറയുക, നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും, മനസ്സിലാക്കുകയില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും കാണും, ഗ്രഹിക്കുകയില്ല. നോക്കി നോക്കളെ, സത്യമല്ലേ? തുടർച്ചയായിട്ടൊരു 10 ദിവസം ബൈബിൾ വായിക്കാൻ പറ്റിയിട്ടുണ്ടോ? തുടർച്ചയായിട്ടൊരു 10 ദിവസം. ഇന്ന് നിങ്ങൾ പോയി വായിക്കുമായിരിക്കും ചിലപ്പോൾ. മറ്റന്നാൾ തടസ്സം വരും.
തുടർച്ചയായിട്ട് 10 ദിവസം ഒരു പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമ്മൾ തകരുത് അവിടെ. ഇല്ലെങ്കിൽ നീ കയറി പോകേണ്ടത് എവറസ്റ്റിന്റെ മുകളിൽ നീ നിൽക്കും. ആത്മീയ എവറസ്റ്റിന്റെ മുകളിൽ നീ പോയി നിൽക്കും. ഇപ്പൊ മോളോട്ട് താഴോട്ട് വരുള്ളൂ, മോളോട്ട് താഴോട്ട് വരും. മക്കളെ, നമ്മളെ എല്ലാം ഒരു റുട്ടീനായിട്ട് പോയിരിക്കുക. ഉണരണം മക്കളെ. പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസം ഒന്നൊരു മെസ്സേജ് ആയിരുന്നു, രാത്രിയിൽ ഉണർന്ന് പ്രാർത്ഥിക്കാൻ. രാത്രിയിൽ ചൊവ്വാഴ്ച കിട്ടുക, മെസ്സേജ് കിട്ടുക. ചൊവ്വാഴ്ച രാത്രി അച്ഛനും ഉറങ്ങിയില്ല, ഞാൻ പോയി പള്ളിക്കകത്ത് പോയിരുന്നു. നിങ്ങൾക്കറിയാം, വെളുപ്പാങ്കാലത്ത് തുടങ്ങുന്ന പരിപാടികളാണ്. പക്ഷേ ഇരിക്കും തോറും ഒരു സുഖം, ഇരിക്കും തോറും ശരീരത്തിനൊരു ബലം. ഞാൻ വിചാരിച്ചു എന്ത് പറ്റിയത്, ഐ ആം ഗെറ്റിംഗ് അബ്നോർമൽ. എനിക്കൊരു ഭ്രാന്ത് പിടിക്കുകയാണ്. എനിക്ക് തോന്നി, ഞാൻ നോക്കുമ്പോൾ നല്ല രസം, ഒരു സുഖം, ഒരു നല്ല വിരുന്നുമൊക്കെ ഉണ്ട്. എന്നെ എനിക്കറിയില്ല എന്തൊക്കെ പറയണമെന്ന്. നല്ലൊരു എക്സസൈസൊക്കെ ചെയ്ത് നല്ല ഫ്രഷായിട്ട് നല്ലൊരു ബാസ്കറ്റ് ബോൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത്. വെളുപ്പാങ്കാലം 3 മണിയായി. കഴിഞ്ഞ ഡിസംബർ 7-ാം തീയതി പരിശുദ്ധാത്മാവ് ഇതേ മെസ്സേജ് വീണ്ടും തന്നായിരുന്നു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ രാത്രിയിൽ ഉണർന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. വിമലഗിരി പെരുന്നാളാണ്. 7-ാം തീയതി ഒരു 2-3 കിലോമീറ്ററുള്ളൊരു പ്രദക്ഷിണവും കാര്യങ്ങളും അന്നത്തെ കാര്യങ്ങളും പിറ്റേ ദിവസത്തെ കാര്യം എല്ലാം ഉണ്ട്. ഞാൻ മനുഷ്യരോട് പോയി പള്ളി തുറന്നിടാൻ പോവാണ്, ഇഷ്ടമുള്ളവർ വരാൻ പറഞ്ഞു. എറണാകുളത്ത് നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ രാത്രിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. 3 മണി വരെ ഞാൻ ഇരുന്നു. അത് കഴിഞ്ഞ് ഓർത്ത് പിറ്റേന്ന് 8-ാം തീയതിയാണ്. നല്ല തിരക്കാ, വീഴാൻ പാടില്ലല്ലോ. ഞാൻ പോയി എന്ന് വെച്ചാൽ കിടക്കാന്ന് വിചാരിച്ച് പോയി ഇരുന്നു. കിടന്നു 1 മണിക്കൂർ കിടന്നില്ല. അതിനുമുമ്പ് ഞാൻ എഴുന്നേറ്റു. ഉറങ്ങിയൊന്നുമില്ല. വന്ന് ഫ്രഷായിട്ട് ഞാൻ പിന്നെ പള്ളിക്കകത്ത് ചില മനുഷ്യന്മാരിരുന്ന് ഇങ്ങനെ എൻ്റെ ഇങ്ങനെ തലയൊക്കെ ഏതാണ്ട് ഈശോ അങ്ങോട്ട് ഇറങ്ങി വെളി വന്ന് നിൽക്കുന്ന പോലെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു മിനിമം ഒരു 50 പേരെങ്കിലും ഉണ്ടായിരുന്നു പള്ളിക്കകത്ത്. കുറച്ച് പേര് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോയി, കുറച്ച് പേര് അവിടെ ഇരിക്കുക. വീണ്ടും എൻ്റെ ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്ന കാര്യം, നമ്മൾ ആരായിരുന്നാലും ശരി, ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കൊച്ചുമക്കൾ ഇവിടെ ഇരിപ്പുണ്ട്, കുഞ്ഞുമക്കൾ ഇരിപ്പുണ്ട്, പഠിക്കുന്ന മക്കളുണ്ട്, വീസ തടസ്സമുള്ളവരുണ്ട്, ജോലി തടസ്സമുള്ളവരുണ്ട്, വിവാഹ തടസ്സമുള്ളവരുണ്ട്. നീ നിന്റെ ഓട്ടമൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് തമ്പുരാന്റെ മുമ്പിൽ വന്നിരുന്ന് തമ്പുരാന്റെ വചനം വായിച്ച് ഓരോ വചനത്തിലും നീ ആമേൻ പറഞ്ഞു തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ആരംഭിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് ക്രിസ്മസ് എന്ന് പറയുന്നത്. നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുക. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു അനുഭവം. ദൈവം നമ്മളെ കീഴ്പ്പെടുത്തുന്ന, ദൈവം നമ്മുടെ രാജാവാകുന്ന, ദൈവം നമ്മുടെ കർത്താവാകുന്ന അനുഭവത്തിലെ പേരാണ് ക്രിസ്മസ്. ഹല്ലേലൂയാ. അവൻ കർത്താവായി മാറും. നമ്മുടെ എല്ലാ കാര്യങ്ങളുടെ മേലും അവൻ ആധിപത്യം ഉണ്ടാവും. നമ്മുടെ എല്ലാ കാര്യം ഹീ ക്യാൻ കൺട്രോൾ. നമ്മളിത് കേട്ട് 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 നമുക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. നമുക്ക് പിണക്കമൊന്നുമില്ല, നമുക്ക് സമ്മതമാണ്. പക്ഷെ വിശ്വസിക്കത്തില്ല. നമ്മൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കർത്താവിന് അംഗീകരിച്ചു കൊടുക്കത്തില്ല. ഒന്ന് വചനം ഒന്നെടുത്ത് 7-ാം അധ്യായം ഞാൻ വായി. യെശയ്യാ 7, യെശയ്യാ 7 10-ാം വാക്യം വായിക്കാമോ? ഒന്നിച്ച് വായിക്കാം. കർത്താവ് വീണ്ടും ആഹാസിനോട് അരുളി ചെയ്തു, നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക. അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. നിർത്താം. ആഹാസ് ആരാന്നറിയോ? യൂദാ രാജാക്കന്മാരിൽ ഏറ്റവും ദുഷ്ടനായവനാണ്. ഏറ്റവും ദുഷ്ടനായവൻ. ഇനി ഒരു മനാസെ വരും. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ പോലും ബലിയർപ്പിക്കുന്ന ശിശു ബലികൾ നടത്തിക്കൊണ്ടിരുന്ന രാജാവിൻ്റെ പേരായിരുന്നു. കർത്താവ് ആകാശിൻ്റെ അടുത്തേക്ക് ഇല്ല. ആകാശം തകർന്ന് തരിപ്പണമായിരിക. ആകാശിന്റെ പ്രത്യേകത എന്താ? യൂദ രാജാവ്. അസീറിയൻ സൈന്യം ഇങ്ങനെ ആക്രമിക്കാൻ വരിക, തകർക്കപ്പെടാൻ പോവുക. പേർഷ്യൻ സൈന്യം അവർ തകർക്കാൻ വേണ്ടി വരിക. കർത്താവ് നീ ചോദിക്കാൻ പറഞ്ഞു. ആരോടാ? ശത്രുവിനോട്. ദൈവത്തിന്റെ പദ്ധതികൾക്ക് എതിര് നിൽക്കുന്നവന്റെ മുമ്പിൽ ദൈവം കൊടുക്കുന്ന വാഗ്ദാനം നീ ചോദിച്ചോളാൻ പറയും. അമ്മ ഞാൻ ചോദിക്കത്തില്ല. മക്കളെ, എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റും. പ്രാർത്ഥനയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ കേട്ടത്. എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റില്ല മകളെ. ആഗ്രഹിച്ചാലും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥന ഒരു ഗിഫ്റ്റാ മക്കളെ.
നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന അനുഗ്രഹങ്ങളെ വാക്കുകളാൽ നീ പറയുന്നതിന്റെ പേരാണ് പ്രാർത്ഥന. ആരെങ്കിലും ഒരാളെങ്കിലും ഒരു ഹല്ലേലൂയ പറ. നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളെ നീ വാക്കുകളിൽ പറയുന്നതാണ് നിന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. That means it is a prophecy മക്കളെ. വെറുതെ ഒരു പ്രാർത്ഥന നാക്കെ കിട്ടത്തില്ല, വെറുതെ ഒരു ആഗ്രഹം മനസ്സിൽ വരത്തില്ല. നീ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ദൈവം നിന്റെ ഉള്ളിൽ ചൊല്ലിയ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. റോമാ 8 പറയുന്നില്ലേ, അവാച്യമായ നെടുവീർപ്പുകളാൽ അവിടുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഈ രഹസ്യത്തോടെ പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥിക്കാൻ കൃപ കിട്ട പോയിരുന്നു പ്രാർത്ഥിക്കണം. ഇത് കൃപയാ. ഇറ്റ്സ് നോട്ട് മൈ വർക്ക്. വചനവും പ്രാർത്ഥന രണ്ട് കാര്യങ്ങൾ പിടികിട്ടിയോ? വചനം നീ കേൾക്കുമ്പോ ഇത് നിന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവത്തിന്റെ വചനം. ദിസ് ഇസ് ദ പ്ലാൻ ഓഫ് ഗോഡ് അബൌട്ട് യു. ദൈവത്തിന്റെ വചനം ഇതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൈവം എന്തൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ഒരപ്പൻ മക്കൾക്ക് വേണ്ടി വിൽപ്പത്രം എഴുതാം. അപ്പന്റെ വിൽപ്പത്രമാ മക്കളെ ഇത്. അപ്പന്റെ വിൽപ്പത്ര ബൈബിള്. അപ്പന്റെ വിൽപ്പത്രമാ ബൈബിള്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്, നിന്നെ പറ്റിയാണ്, നിന്റെ ദൈവത്തിന്റെ സ്നേഹമാണ്. ഹല്ലേലൂയ. അപ്പൻ വിൽപ്പത്രം എഴുതി നമുക്ക് അറിയണം. നമ്മൾ വിൽപ്പത്രം വായിക്കുമല്ലേ? വിൽപ്പത്രം വായിക്കും. ഞാൻ ഓർത്തു എനിക്ക് അപ്പന് ഇവിടെ മാത്രമേ സ്ഥലം, അപ്പൻ വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പന് വേറൊരുത്തൊരു ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. അപ്പന് എന്തൊക്കെ ഉണ്ട് എന്ന് നിനക്ക് അറിയണമെങ്കിൽ എങ്കിലും നിനക്ക് സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ. ബാങ്കുകളിൽ പൈസ ഇടുമല്ലോ, പൈസ ഇട്ടിട്ട് ചിലപ്പോൾ അവകാശികളില്ലാതെ പോകും. അങ്ങനെ വലിയ തുക ബാങ്കുകൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. FD ഒക്കെ ഇട്ടയാൾ മരിച്ചുപോയി, മക്കളോടൊന്നും പറഞ്ഞിട്ടില്ല, അവകാശികളൊന്നും വന്നില്ല. ഒരു കുറച്ച് വർഷങ്ങൾ കഴിയുമ്പം അത് ബാങ്കിൻ്റെതാകും. ഈ പറഞ്ഞ പോലെയാണ് മോനെ, നിനക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നീ സ്വന്തമാക്കിയില്ലെങ്കിൽ അത് കൈമോശം വരും. ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക് അച്ഛന് എന്തൊക്കെ അത് ഇതിൽ എഴുതിയിട്ടുണ്ട്, ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് സഭാസിച്ചുള്ള ക്രമങ്ങൾ. ഇത് ഞാൻ ചോദിച്ച് വാങ്ങിച്ചില്ല, അവകാശപ്പെടുത്തി ഇതെനിക്ക് കിട്ടില്ല. പ്രവാചകന്മാരിലൂടെ അവിടെ നിന്ന് അരുളി ചെയ്ത കാര്യങ്ങൾ പൂർത്തിയായി. ഈ വചനം എന്ന് പറഞ്ഞ് ഇത് നിന്നെ പറ്റിയുള്ളതാ. നീ വായിച്ചില്ല, പിന്നെ ആരാ കുഞ്ഞ് ഇത് വായിക്കാൻ പോകുന്നേ? ഹല്ലേലൂയ. വിശ്വസിക്കും മക്കളെ, ട്രൈ ഇറ്റ്. അടുത്തൊരു മാസം സമയം തരാം. വചനം വായിച്ച് നിങ്ങൾ വിശ്വസിക്കുക, അത് ക്ലെയിം ചെയ്യും. ഐ നീഡ് ഇറ്റ്. ഹല്ലേലൂയ. ഒച്ചതിപ്പറ ഹല്ലേലൂയ, ഒച്ചതിപ്പറ ഹല്ലേലൂയ, ഒച്ചതിപ്പറ ഹല്ലേലൂയ. മക്കളെ വചനം വായിക്കണം, കുറച്ച് നേരം ഇരുന്ന് വായിക്കണം, ഒച്ചത്തി വായിക്കണം വചനം. ഇപ്പം നിങ്ങൾ പൊക്കോ വിമലഗിരിയിൽ, ഇപ്പം പൊക്കോ. ഒന്നാമത്തെ ബെഞ്ച് ഒരു ഹിന്ദു പെൺകുട്ടി ഇരുന്ന് ഒരു വശത്ത് ബൈബിളും വേറൊരു വശത്ത് നോട്ട് ബുക്കും. ഇപ്പം പൊക്കോ. ഈ 24 ദിവസം ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. ഒരു ഹിന്ദു പെൺകുട്ടി അവള്. ഇപ്പം പൊക്കോ നിങ്ങൾ. അവൾ വൈകുന്നേരം വരെ അവിടെ ഉണ്ട്. ഇടതുവശത്ത് ബൈബിള്, വലതുവശത്ത് നോട്ട്ബുക്ക്. വചനം അവൾക്ക് കിട്ടുന്ന വാഗ്ദാനങ്ങൾ അവൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു വശത്ത് ബൈബിൾ ഇങ്ങനെ അവളുടെ വിൽപ്പത്രം വായിച്ചുകൊണ്ടിരിക്കുക. ഒരു ഹിന്ദു പെൺകുട്ടിയെ. എനിക്ക് അവളെ കാണുമ്പോഴത്തേന് അസൂയയാണ്. ഇന്നൊക്കെ വാസ്തവം പറഞ്ഞാൽ എനിക്ക് അവിടെ എവിടെയെങ്കിലും കുമാരയുടെ മുമ്പിൽ ബൈബിളും ബുക്കുമായിട്ട് ഇരിക്കാൻ ഞാൻ ആഗ്രഹിച്ചൊരു ദിവസമാണ്. പക്ഷേ ഇത് കർത്താവിനെ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നില വരത്തില്ല. ഒത്തിരി കുമ്പസാരമുണ്ട്. ഞാനിന്ന് ആദ്യം പറഞ്ഞു, ഇന്ന് പ്രസംഗിച്ചില്ല പിന്നെ ഒരിക്കലും പ്രസംഗിച്ചിട്ട് കാര്യമില്ല. ഇന്ന് വചനത്തിൻ്റെ പെരുന്നാളാണ്. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വിശ്വസിക്കുന്ന വചനം അതുപോലെ സംഭവിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവങ്ങളെ ആ പെൺകുട്ടി അവിടെ നിന്ന് എഴുതിക്കൊണ്ട് എൻ്റെ കണ്ണ് അറിഞ്ഞു.
ഭക്ഷണമൊന്നുമില്ല, ഒരു ഉപ്പി വെള്ളം കൊണ്ടാണ് വരുന്നത്. അവിടെ ഇരിക്കും രാവിലെ മുതൽ വൈകിട്ട് വരെ. ഇപ്പം കൊച്ചവിടെ ഇരിക്കുക. എന്തോ ഡിഗ്രിയോ എനിക്കറിയില്ല, അവളെന്നെ പഠിച്ച് എന്താണെന്നൊന്നും അറിയത്തില്ല. മക്കളെ അത്ഭുതപ്പെടുത്തുക പോലും മക്കളെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ഓപ്പൺ ദിസ് ബൈബിൾ. ഈ ബൈബിൾ തുറന്ന് ഒരു ബുക്ക് എടുത്ത് വെക്ക്, എന്നിട്ട് ഒരു അറ്റം മുതൽ എഴുതുക. നിങ്ങൾ ബൈബിൾ മുഴുവൻ എഴുതാനല്ല അച്ഛൻ പറയണേ, അത് എഴുതുന്നവർ എഴുതിക്കോ. ഓരോ ബൈബിൾ ഭാഗവും വായിച്ചു വരുമ്പോൾ നീ ആ ഒരു നിനക്കുള്ള വാഗ്ദാനങ്ങൾ എഴുതി വെക്ക. ഹല്ലേലൂയ. എഴുതി വെച്ച യേശുനാമത്തിൽ അച്ഛൻ പറഞ്ഞു, അടുത്ത ഒരു കൊല്ലം നിങ്ങൾ, അടുത്ത മാസം നിങ്ങൾ ഇങ്ങനെയല്ല വരാൻ പോകുന്നു തിരിച്ചു. ഇത് നമ്മൾ കുറച്ച് വായിച്ചു, കുറച്ച് കേട്ടു, കുറച്ച് മറന്നു, കുറച്ച് ഓർത്തു. ഇതൊന്നും നമ്മളെ പറ്റിയാണെന്നുള്ള വിശ്വാസവും നമുക്കില്ല. ഇതൊരു ഇൻസ്പിറേഷൻ ബുക്കല്ല മക്കളെ ബൈബിള്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കി, ആഹാസിന് മുമ്പ് ദൈവം ആകാശം പോലെ ഉന്നതം, പാതാളം പോലെ താഴ്ച. ചോദിക്കാനാ പറയാം. ജീവിതത്തിൽ ഇന്ന് വരെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ട്. പെണ്ണിനെ കെട്ടിക്കണേ, അവന് വിസ കിട്ടണേ. ഇതൊന്നും ആകാശത്തെ ഒരു ഒന്നുമില്ല മക്കളെ. ചോദിക്കുവാണെങ്കിൽ ആകാശത്തുള്ള ഉന്നതമായത് ചോദിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വയറ്റുവേദന പോണേ, അല്ലെങ്കിൽ ബാങ്കിൽ ലോൺ അടയ്ക്കണേ, വീട് പണിയണേ. വളരെ ദൈവത്തെ നമ്മൾ കളിയാക്കുക കേട്ടോ. ദൈവത്തെ നമ്മൾ കളിയാക്കുക വാസ്തു നമ്മുടെ പ്രാർത്ഥനകൾ. എന്റെ കൊച്ചെ, ദൈവത്തെ നീ ചോദിക്ക, നീ പരിശുദ്ധാത്മാവിനെ ചോദിക്ക, ദൈവത്തിന്റെ കൃപകൾ ചോദിക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 7:11 നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക, അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആകട്ടെ. ആകാശം എന്നാ പറഞ്ഞു? ആകാശ് പ്രതിവചിച്ചു, ഞാനത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുക. നോക്കിക്കുക, പുണ്യാളനാന്ന വിചാരം. പ്രാർത്ഥിക്കണം മക്കളെ. ബൈബിളിൽ ഒരു വാഗ്ദാനം എടുത്തു വെച്ചാൽ വാഗ്ദാനം ചോദിക്കണം. അല്ല അവിടെ അരേക്കർ സ്ഥലം അല്ല ചോദിക്കണ്ടേ, കിണറ്റി വെള്ളം ഉണ്ടാകണേ നല്ല ചോദിക്കണ്ടേ, കോവിഡ് മാകണേ നല്ല ചോദിക്കണ്ടേ. ബൈബിളിലെ ഒരു വാഗ്ദാനം എടുത്ത്, കർത്താവേ ആ വാഗ്ദാനം ഈ സമയത്ത് എന്നിൽ നിറവേറട്ടെ. ഹല്ലേലൂയ. അപ്പുറത്തേക്കാ മക്കളെ നമ്മളെ കൊണ്ടുപോകുന്നത് കർത്താവ്. അപ്പുറത്തേക്കാ. ചിന്തിക്കാൻ പറ്റില്ലടാ കൂട്ട. കിടന്ന് ഉറക്കം കിട്ടത്തില്ല. ഉറങ്ങിയില്ലെങ്കിൽ ഇതിന്റെ ശരീരം ക്ഷീണിക്കത്തില്ല. എന്നൊരു ഡോക്ടർ പറഞ്ഞ് 8 മണിക്കൂർ ഉറങ്ങണമെന്ന്. കഴിഞ്ഞിടയ്ക്ക് ഒരു ഡോക്ടർ എനിക്ക് ഉപദേശം തന്ന, സത്യ എൻ്റെ നന്മയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആള് പറഞ്ഞത്. 8 മണിക്കൂർ കിടന്നുറങ്ങി എനിക്ക് കുറ്റബോധമാണ്. അതൊന്നും പറ്റത്തില്ല, ഒരു കാരണവശാലും പറ്റുകയില്ല. സാധാരണ 4-5 മണിക്കൂറാണ് ഏറ്റവും കൂടിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചോദിക്കത്തില്ല. നമ്മൾ ദൈവമക്കളെ, ഞാൻ നിങ്ങൾ അങ്ങനെ നമ്മൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ ചോദിച്ചേക്കുന്നത് ഏത് ദൈവപരമാണ്, ഏത് കർത്താവിന്റെ വാഗ്ദാനമാണ് ഞാനും നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്? Have you ever asked for a promise by him? അവൻ പറഞ്ഞൊരു വാഗ്ദാനത്തിന് പൂർത്തീകരണം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിൽ പെരുന്നാളാ മക്കളെ, ക്രിസ്മസ്. ഹല്ലേലൂയ, ഒച്ചതിപ്പ ഹല്ലേലൂയ. നോക്കിയേ, അപ്പോൾ യെശയ്യാ പറഞ്ഞു, ദാവീദിന്റെ ഭവനമേ ശ്രദ്ധിക്കുക, മനുഷ്യനെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളെങ്കിലും ഇന്നു മുതൽ ബൈബിൾ വായിച്ചിട്ട് ആ ബൈബിളിലെ വാഗ്ദാനങ്ങൾ ചോദിച്ചു തുടങ്ങണം. പറ്റുമെങ്കിൽ ഒരു ബുക്ക് എടുത്ത് വെക്കണം. ഇന്ന് വായിച്ച വചനഭാഗത്തിലെ പ്രോമിസുകൾ എഴുതണം. കണ്ടില്ല? ചോദിച്ചോ, ആകാശം പോലെ ഉന്നതമോ പാതാളം പോലെ ആഴങ്ങളുള്ളതോ ചോദിക്കുക. ഇത് ജീവിച്ച് ഭയങ്കര മാറ്റം വരും ജീവിതത്തിൽ. നിന്റെ ജീവിതത്തിന് മഹത്വം മാറും. ഒരു യുവാവ് കഠിനമായ ജഡഭാവങ്ങളിൽ വീണുകൊണ്ടിരുന്ന പയ്യനവൻ. കഠിനമായ ജഡഭാവങ്ങളിൽ അവൻ അതിനുവേണ്ടി സൈക്യാട്രിക് ട്രീറ്റ്മെന്റിന് പോവുക. ഓവറായിട്ടുള്ള അല്ലെ സെക്ഷുവൽ സിൻസ് ഓർ സെക്ഷുവൽ ഇമ്പൾസ്, അതിന് പോയി ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിക്കാൻ വേണ്ട പയ്യൻ.
അങ്ങനെ ഇരിക്കുമ്പോഴാവും പള്ളി വരുന്നത്. ഈ വിഷയമൊന്നും ഞാൻ ഒരിക്കലും ചർച്ച ചെയ്തിട്ടുള്ള സംസാരിച്ചിട്ടുള്ള വിഷയമല്ല. അവൻ എന്നോട് പറഞ്ഞതെന്തറിയോ, അന്നൊരു ദിവസം കൈവെപ്പ് പ്രാർത്ഥനയുണ്ടല്ലോ, അവിടെ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചു. അവൻ പറയച്ചാ പിന്നീട് അങ്ങനത്തെ ഒരു പ്രതിസന്ധിയോ ഒരു പ്രശ്നമോ ഒരു അസ്വസ്ഥതയോ എനിക്കുണ്ടായിട്ടില്ല. ഹല്ലേലൂയ. പോരാ, വീണ്ടും പറഞ്ഞവൻ അവൻ പറയുകയാണ്, ഉറക്ക ഗുളിക കൂട്ടാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. ഐ നീഡഡ് സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സ്. പിന്നെ ഇന്ന് വരെ ഞാൻ സ്ലീപ്പിംഗ് ടാബ്ലറ്റ് ഉപയോഗിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിത് ഉപയോഗിക്കണം മക്കളെ. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ വിശ്വസിക്കാൻ ദൈവം. എൻ്റെ ഒരു ധൈര്യമായത് കർത്താവ് പറഞ്ഞു, നീ കെട്ടുന്നല്ല കെട്ടപ്പോൾ നീ അഴിക്കുന്നല്ല അഴിക്കും. പുരോഹിതന്റെ വാഗ്ദാനമാണ്. അത് ഇത് അറിഞ്ഞ തന്നെ പ്രാർത്ഥിക്കും. നീ എനിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചോണ്ട് എൻ്റെ കഴിവൊന്നുമല്ല. I believe in priesthood. I believe in the promises to priesthood. അല്ല, അച്ഛന് വേറെ ഒരു പ്രത്യേകത ഒന്നുമില്ല. അതെനിക്ക് ഉറപ്പാണ്. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് എനിക്കറിയാം. അല്ല, ഇത് ഇടിഞ്ഞു വീണാലും ഞാനിവിടെ ഇറങ്ങി ഓടത്തില്ല. നിങ്ങൾ ഓടിയാലും ഇപ്പൊ ഭൂമി കുലുങ്ങി ഇതിടിച്ചാൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കും. ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടായി ഇത് ഇടിഞ്ഞു വീണ് മരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കോവിഡിന്റെ നാളുകളിൽ ഗവൺമെന്റ് മുടക്കിയ ആ ദിവസങ്ങൾ വെച്ച് ബാക്കി ഒരു ദിവസം ഞാൻ ജനത്തെ കാണാതിരുന്നിട്ടില്ല. ഗവൺമെന്റ് നിയമമായിട്ട് മുടക്കിയപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞു, അച്ഛനെങ്ങും പോകാൻ പാടില്ലെന്ന്. എനിക്ക് വ്യക്തിപരമായിട്ട് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയ നിർദ്ദേശമായി, യു കാനോട്ട് ഗോ എനിവെയർ. അന്ന് എനിക്കൊരു എൻ്റെ വണ്ടിയുടെ നമ്പർ അവർ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ വണ്ടി എങ്ങോട്ട് പോയാലും അവരറിയും. ഞാൻ വേറെ വണ്ടിക്കൊന്നും പോകാറില്ലായിരുന്നു. പൊതുവെ ഞാൻ ഈ വണ്ടി തന്നെ പോകുന്നത്. എൻ്റെ വണ്ടിയല്ല, രൂപതയുടെ വണ്ടിയാണ്. മക്കൾ എന്നിട്ടും ഒരുത്തം വന്നാൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കും. നല്ല പ്രാർത്ഥന കഴിഞ്ഞ് അന്ന് പോയി വെന്റിലേറ്ററിൽ പോയ അച്ഛനെ എനിക്കറിയാം. അച്ഛൻ പ്രാർത്ഥിക്കാൻ വന്നൊരു ദിവസം പ്രാർത്ഥിച്ചു. ഞാൻ അന്ന് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചതാണ്. ഒരു 2 മണിക്കൂർ വന്നു. മുണ്ടക്കത്താ വീട്. പോയാൽ ഞാൻ അരമണിക്കൂർ വീട്ടിൽ ഇരിക്കും. അരമണിക്കൂർ കൊണ്ട് അമ്മയെ കാണും. പിന്നെ 2 സഹോദരങ്ങൾ 2 വീടുണ്ട്. 3 വീട് കയറി അരമണിക്കൂർ കൊണ്ട് വീട് വിസിറ്റും കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തും. അച്ഛൻ വന്നു. അച്ഛനോട് ഇച്ചിരി സംസാരിച്ചു. ഒരു ചെറിയ കൗൺസിലിങ്ങും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അച്ഛനെ കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛനെ കെട്ടിപ്പിടിച്ചു. അച്ഛൻ കുറച്ച് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അച്ഛനെ ആശ്വസിപ്പിച്ചു. അങ്ങനെ അച്ഛനെ പറഞ്ഞു വിട്ടു. വീട്ടിൽ പോയി. അനിയൻ്റെ പൊടിപ്പിള്ളേർ കുഞ്ഞുങ്ങളുണ്ട്. അവരൊക്കെ വന്ന് ദേഹത്ത് ചേർന്ന് കളിക്കുന്ന അമ്മയുണ്ട്. അമ്മയെ കെട്ടിപ്പിടിക്കാൻ വീടിയത് അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കും. അമ്മ എനിക്ക് ഉമ്മ തരും. വീട്ടിൽ പോകുമ്പോൾ സ്ഥിരം പരിപാടിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. പിറ്റേ ദിവസം ആയപ്പം ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞു. അന്ന് പ്രാർത്ഥിക്കാൻ വന്ന അച്ഛൻ ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. കോവിഡ് മൂത്തിരുന്ന കാലത്തെ കഥയാണ് ഞാനീ പറയുന്നത്. എൻ്റെ ചങ്കിടിച്ചു പോയി. സത്യത്തിൽ എനിക്ക് കോവിഡ് വരുമെന്ന് എൻ്റെ പ്രായമുള്ള അമ്മ ചെറുതെൻ്റെ കൈക്ക് എന്നെ പിടിച്ചോണ്ടിരിക്കും. അമ്മച്ചെപ്പോഴും കൈക്ക് പിടിച്ചോണ്ടിരിക്കും. ഞാനും കൈക്ക് പിടിച്ചോണ്ടിരിക്കും. ചെല്ലുമ്പോൾ ഒരു ഉമ്മ കിട്ടും, തിരിച്ചു വരുമ്പോഴേ ഒരു ഉമ്മ കിട്ടും. ഞാൻ വാസവ അച്ഛനെ കണ്ട ഒരു കുളി പോലും കുളിക്കാതെ ഞാൻ ഓടിപ്പോവായിരുന്നു ചെയ്തേ. ഈ കൊച്ചുങ്ങളെല്ലാം വന്ന് വീട്ടിൽ ഉണ്ടായിരുന്നു. അതുങ്ങളെല്ലാം വന്ന് ദേഹത്ത് കയറുകയും അതുങ്ങളുടെ കളിയുമ്പോൾ ഞാൻ വിചാരിച്ചമ്മ എല്ലാത്തിനും ഞാൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പം അച്ഛൻ എന്നെ വിളിച്ച്, അച്ഛൻ വെന്റിലേറ്ററിൽ നിന്ന് വെളിയിൽ ഇറങ്ങി. അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേന്ന് ഞാൻ പറഞ്ഞു. ആ ടീച്ചർ വിളിച്ച് എന്നോട് പറഞ്ഞില്ലത് എനിക്ക് ഒരു കുഴപ്പം. ആ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഇപ്പം വെന്റിലേറ്ററിൽ, അച്ഛൻ തട്ടിപ്പോകാൻ പോവുക, അച്ഛൻ പോയി പെട്ടെന്ന് സൂക്ഷിച്ചോണം, അച്ഛൻ സെക്ലൂഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. മക്കളെ ഒരു അധികാരമുണ്ട് മക്കളെ. ഹല്ലേലൂയ, ഐ ബിലീവ് ഇൻ ഇറ്റ്. എൻ്റെ പ്രത്യേകതയൊന്നുമല്ല. പൗരോഹിത്യത്തിന് എന്ത് കൃപയോ മെത്രാന്. ഞാൻ ബിഷപ്പിനെ കൈവപ്പ് വാങ്ങിക്കുന്നവരടുത്ത് പോവുകയില്ല. നമ്മൾ ബിഷപ്പുമാരെ അതും ഇതൊക്കെ വിളിക്കുന്നുണ്ട് ഇപ്പോൾ അല്ലേ. പ്രത്യേകിച്ച് ഇപ്പം ഈ ലിറ്റററി പ്രശ്നമൊക്കെ ആയിട്ട് ഒരു മെത്രാനെ അപമാനിക്കില്ലെന്ന അച്ഛൻ്റെ അഭിപ്രായം. ഒരു വൈദികന് ചുമ്മാ അങ്ങനെയൊന്നും പറയല്ല. ഒരച്ഛനെ എന്തൊക്കെയാണ് ഇപ്പം പറയുന്നത്. ഫേസ്ബുക്കിലൊക്കെ എന്നൊക്കെ എഴുതി വിടുന്നത്, സോഷ്യൽ മീഡിയയിൽ എന്നൊക്കെ പറയില്ല മക്കളെ. മിണ്ടിപ്പോല മിണ്ടിപ്പോകല്ല മിണ്ടിപ്പോകല്ല മിണ്ടിപ്പോകല്ല. നമ്മുടെ വിഷയമല്ല ഇത്. ഇത് നമ്മുടെ വിഷയമല്ല.
വിട്ടേര്, പിതാക്കന്മാരെ വൈദികരെ വിട്ടേര്. ഞാൻ എൻ്റെ ബോധ്യം പറയണേ, എൻ്റെ ബോധ്യം പറയുന്നത്, ഒരു ബിഷപ്പ് ഏത് തരത്തിൽ വിമർശിക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും ശരി, അദ്ദേഹത്തെ കണ്ടാൽ ഞാൻ കൈമുത്തും. എ ബിഷപ്പ് ഈസ് എ ബിഷപ്പ്, എ പ്രീസ്റ്റ് ഈസ് എ പ്രീസ്റ്റ്. ഹല്ലേലൂയ. നല്ലൊരു അച്ഛൻ പ്രാർത്ഥിക്കാൻ വന്നു, സീനിയറാ. അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ചാടിക്കയറി തലേ കൈവച്ചങ്ങ് പ്രാർത്ഥിച്ചു. ഞാൻ നോക്കുമ്പം എൻ്റെ അപ്പൻ്റെ പ്രായമുള്ള മനുഷ്യനാണ്, നല്ലൊരച്ഛൻ, ഒരു തങ്കപ്പെട്ട അച്ഛൻ. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു, ഞാൻ കുഴപ്പമില്ല, ഞാൻ മുട്ടൂത്ത് വെച്ചാൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ബിക്കോസ് ഐ ബിലീവ് ഇൻ പ്രൈസ്റ്റ്ഹുഡ്. ഒരച്ഛൻ വെറുതെ തൊട്ടാൽ മതി, ഒരച്ഛൻ വെറുതെ തൊട്ടാൽ മതി. നിങ്ങൾക്കറിയോ, ഒരച്ഛൻ കല്യാണം കഴിച്ചാലും അച്ഛൻ്റെ പൗരോഹിത്യം നഷ്ടപ്പെടുന്നില്ല. എനിക്കറിയാം, ഒത്തിരി പേര് കേൾക്കുന്നതാ, എന്നാലും ഞാൻ പറയുക, അതാ കർത്താവ് തന്നിട്ടത് പ്രീസ്റ്റ്ഹുഡ്. ആ സമയത്ത് അദ്ദേഹം, ഒരു വ്യക്തി മരിക്കാൻ പോകുന്നു, കുമ്പസാനം കേൾക്കണമെങ്കിൽ ആ വ്യക്തിക്ക് കുമ്പസാനം കേൾക്കാം. ആ സമയത്ത് ഒരു അന്തികുദാശ കൊടുക്കണമെങ്കിൽ ആ വ്യക്തിക്ക് അന്തികുദാശ കൊടുക്കാം. അറിയോ നിങ്ങൾക്ക് ഇതുവല്ലോ? അതും ഇതൊന്നും പറഞ്ഞ് കളിക്കാൻ പോകല്ല. നമ്മൾ വലിയ ക്രൈസിസിൽ കൂടെ കടന്നുപോയി കാലഘട്ടം. അല്ലാത്ത സങ്കടമല്ലേ. അല്ല, ഞാൻ ഈ വിഷയം ആദ്യമായിട്ട് ഇവിടെ ഒരെവിടെയും പറയുന്നത്. എനിക്ക് വലിയ സങ്കടമുണ്ട്, എനിക്ക് നല്ല സങ്കടമുണ്ട്, നല്ല സങ്കടമുണ്ട്. ദൈവം നിങ്ങൾ വിട്ടുപോയേക്കല്ല. നിങ്ങളോട് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ വചനങ്ങൾ വിട്ടേര്. അത് ഇടവുകാരിയോ ഏത് അച്ഛന്മാരെ പറ്റി പറയാൻ നിൽക്കണ്ട, ബിഷപ്പുമാരെ പറ്റി പറയാൻ നിൽക്കണ്ട, സിസ്റ്റേഴ്സിനെ പറ്റി പറയാൻ നമുക്ക് വേണ്ടത് ആരെയും കർത്താവിൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത്. കൃത്യമാണ്, വേണ്ട. നമുക്ക് ഓളി ഇരിക്കുന്നവൻ പിടിച്ചെടുത്തിട്ട് അടിക്കും. അവൻ പിടിച്ചോളൂ, അവന് വിട്ടുകൊടു. ഹല്ലേലൂയാ. ഒച്ചത്തിൽ പറ ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാ, അതിൻ്റെ അഭിഷേകം. ഒരച്ഛനെ കണ്ട തലേ ഒരു കുരിശ് വരപ്പിച്ചിട്ട് പോക്കൂ. ഒരു കുരിശ് ഒത്തിരി നേരം ഒന്നും തലേ കൈ വെക്കണ്ടെന്നേ, ഒരു കുരിശ് വരച്ചിട്ട് പോകും. നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അച്ഛൻ പറഞ്ഞതല്ല കിട്ടുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടുമെന്നാരം. ഒരച്ഛൻ തൊടുമ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും. കാരണം ദൈവവചനത്തിന് പൂർത്തീകരണമാ. ഹല്ലേലൂയാ. ഒച്ചത്തിൽ പറ ഹല്ലേലൂയാ. ഓക്കേ, മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? ചോദിക്കണം നമുക്ക് ഉന്നതമായ കാര്യങ്ങൾ. അടുത്ത വാക്യം, അതിനാൽ കർത്താവ് തന്നെ നിനക്കൊരടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കും. ഒരു പുത്രൻ, സൺ എന്ന് പറഞ്ഞാൽ വലിയൊരു മീനിങ് ബൈബിളിൽ. ഒരു രക്ഷ, ഒരു മകൻ ജനിക്കുക എന്ന് പറയുന്നത് ഒരു, ഞാൻ ബൈബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് പറയുന്നത്, സോഷ്യോളജി ഒന്നുമല്ല. ഒരു കുടുംബത്തിൽ ഒരു മകൻ ജനിക്കുക എന്ന് പറഞ്ഞാൽ ആ കുടുംബം രക്ഷപ്പെടുക എന്നർത്ഥം. പെങ്കൊച്ചുങ്ങളാണ് ഇപ്പം നല്ലത്, പക്ഷെ ബൈബിളിൻ്റെ ആ വ്യാഖ്യാനം ഞാൻ പറഞ്ഞത്. നമ്മൾ ബൈബിളിൽ പലയിടത്തും ഒരു പുത്രൻ ജനിക്കും. ഹന്നായോട് പറഞ്ഞു നിനക്കൊരു പുത്രൻ ജനിക്കും, അല്ലെ? സാംസന്റെ അമ്മയോട് പറഞ്ഞു നിനക്കൊരു പുത്രൻ ജനിക്കും. ഒരു പുത്രൻ ജനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിമോചകൻ ഉണ്ടാകും എന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയാ. ഒച്ചത്തിൽ പറ ഹല്ലേലൂയാ. നമ്മൾ ഈ ക്രിസ്മസ് നൽകുന്ന വലിയ വാഗ്ദാനം ഇതാ മക്കളെ. എ റിഡീമർ who can redeem you even from your sins. അവൻ യേശു എന്ന് വിളിക്കപ്പെടും. അവൻ ജനതകളെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. പിശാചിന്റെ കെണിയാ മക്കളെ പാപം. പിശാചി നൽകുന്ന ആ ബന്ധനത്തിന്റെ പേരാണ് പാപം. ഹല്ലേലൂയാ. പിശാചി നമ്മുടെ മേലിടുന്ന ആ പൂട്ടിന്റെ പേരാണ് പാപം. ഹല്ലേലൂയാ. സമാധാനിക്കാൻ പറ്റുന്നില്ല, ഒരു സന്തോഷിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര നിരാശയെ പോകുന്ന മനുഷ്യര്, സങ്കടപ്പെടുന്ന മനുഷ്യര്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സ്കൂളിൽ, മൗണ്ട് കാർമൽ സ്കൂളാണ്, നല്ല കാര്യമാണ് സ്കൂളിലെ പേര് പറയാം. ഇവിടെ ക്രിസ്മസ് ആഘോഷത്തിന് പോയി. ശരിക്കും കണ്ണ് നിറഞ്ഞ ക്രിസ്മസിന് ചിരിക്കുവാ ചെയ്യേണ്ടത്. അവിടെ പോയി കരഞ്ഞു പോയി. 49 കുട്ടികൾ മാതാപിതാക്കളില്ലാത്തത്. ഈ കോവിഡിൻ്റെ കാലത്തൊക്കെ കൂടിയായിരിക്കും. കുഞ്ഞുമക്കൾ 40 മക്കൾക്ക് അവർ ധനസഹായം കൊടുക്കുന്നതാണ്. 5 പൈസ എൻ്റെതല്ല,
പക്ഷെ അത് എടുത്തു കൊടുത്തപ്പോൾ എൻ്റെ കൈ വിറച്ചു. അതിനെപ്പറ്റി ഒരു വാക്ക് പറഞ്ഞപ്പം എൻ്റെ കണ്ണും നിറഞ്ഞ് സ്വരവും ഇടറി. വല്ലാതെ വേദനിച്ചിരിക്കുന്ന കൊച്ചുമക്കളാ, കറുത്തു കരിവാളിച്ച കുഞ്ഞുങ്ങൾ, ആരുമില്ലാത്ത കുഞ്ഞ്. അവരെന്ത് പറയണേ? ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്നാ ഉള്ളത് ആർക്കും അറിയത്തില്ല. അങ്ങനെ പൊന്നുമക്കളും 3-4 പേരും ഒന്ന് വാങ്ങിച്ച്, ബാക്കിയെല്ലാം ഗ്രാൻഡ് പാരൻസ്, അവർ പോലും വന്നിട്ടില്ല. നമ്മളെ ഈ സഹനത്തിൽ നിന്ന്, ഈ ദുഃഖത്തിൽ നിന്ന്, ഈ തകർച്ചയിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവം ഇതാ നിനക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. ക്രിസ്മസ് ഷുഡ് ബി ആൻ എക്സ്പീരിയൻസ്. ഇത് അല്ലാതെ രൂപത്തെ, ഉണ്ണിയുടെ രൂപത്തെ മുത്തുന്നതല്ലിത്. നിന്റെ ജീവിതത്തിന് ഒരു പുതിയ ധൈര്യം, നിന്റെ ജീവിതത്തിന് ഒരു പുതിയ പ്രത്യാശ, നിന്റെ ജീവിതത്തിന് ഒരു പുതിയ സ്നേഹം. നാളെ അഭിവന്ധ്യ പിതാവ് തെരുവിലൂടെ പോവാ ഭക്ഷണം കൊടുക്കാൻ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സെബാസ്റ്റ്യൻ പിതാവ് ക്രിസ്മസിന് ചോറുണ്ണേണ്ട നേരത്ത് ഇറങ്ങും തെരുവിൽ, കൂടെ പോകാറുണ്ട്. നേരത്തെ പറഞ്ഞ വിറയലില്ലേ, അത് കിട്ടും. അന്നേരം ആ വിറയൽ കിട്ടും, കണ്ണ് നിറയും, ഹൃദയമിടിപ്പ് കൂടും, വയറ് നിറയും, വലിയൊരു സംതൃപ്തി ഉണ്ടാകും. അതെ മക്കളെ, ക്രിസ്മസ് അതാ, ക്രിസ്മസ് അതാ. ഞാൻ ചൊവ്വാഴ്ച പള്ളിയിൽ പറഞ്ഞു, ആർക്കെങ്കിലും നന്മ ചെയ്യുന്നില്ലെങ്കിൽ ക്രിസ്മസ് ഇല്ല. ദൈവം നിന്നെ തൊടാൻ പോകുന്നു. ഒരു 5 വീട്ടിലെങ്കിലും ഭക്ഷണം കൊടുക്കണം, ഒരു 5 പൊതിയെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അയലോക്കത്തല വീട് ഇച്ചിരി പാവപ്പെട്ട നിങ്ങൾക്ക് അറിയാമല്ലോ. ഇല്ലെങ്കിൽ ആശുപത്രിയിലോട്ട് 5 പൊതിയും കൊണ്ട് പൊക്കോ, ഒരു 5 പൊതിയും കൊണ്ട് മെഡിക്കൽ കോളേജിലോട്ട് പൊക്കോ, കൊടുക്കാം. അല്ലെങ്കിൽ ടൗണിലോട്ടിയല്ലേ, കൊടുക്കാം, കിട്ടും. കുഞ്ഞു പിള്ളേരൊക്കെ അടിക്കുന്ന അമ്മമാര്, അല്ല തീർത്തും രോഗി. ഞാൻ ഓർക്കുക, ഞങ്ങൾ ഒരിക്കൽ ചെല്ലുമ്പം ഒരു ഇനി ഒരു പൊതിയും കൂടെ ബാക്കിയുള്ളൂ. 3 പേരിരിപ്പുണ്ട്. അവസാനത്തെ പൊതി എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പം അവിടെ നിന്ന് 3 പേര്. നമുക്ക് വലിയ സങ്കടമായിപ്പോയി. തിരിച്ചു മേടിക്കാൻ അത്രയും ദൂരം പോകണ്ടേ. ഞങ്ങൾ തിരിയുമ്പം ഇത് പൊതി തുറന്ന് വെച്ച് 3 പേരും കൂടി ഇരിക്കുക, 3 ഭിക്ഷക്കാര്. കഥയൊന്നുമല്ല കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കണേ. കണ്ണ് നനയിക്കും മക്കളെ. ദൈവത്തെ കാണുമ്പം കണ്ണ് നനയുന്ന പോലെ നന്മ ചെയ്യുമ്പോൾ കണ്ണ് നനയും. ഹല്ലേലൂയ, ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം മക്കളെ, നാളത്തെ ദിവസം എന്തെങ്കിലും, നാളെയല്ല മറ്റന്നാൾ എന്തെങ്കിലും വീട്ടിലുണ്ടാക്കുന്നത്, കഷ്ടപ്പെടാൻ ഉണ്ടാക്കണം. നിങ്ങൾ ഉണ്ടാക്കി, ഞങ്ങൾ ചിക്കൻ, ബീഫ് അത് തന്നെ പൊതിയണം. ഒരു 2 കൊല്ലം 3 കൊല്ലം മുമ്പാന്ന് തോന്നുന്നു ഞാൻ ഇതുപോലെ പള്ളിയിൽ പറഞ്ഞു. പിറ്റേ ദിവസം ഞായറാഴ്ചയായിരുന്നു. ഇന്നിപ്പം കഴിഞ്ഞ വർഷമല്ല, 2-3 വർഷം മുമ്പ് ഞായറാഴ്ച പള്ളി വന്നപ്പോൾ ഒരു കുടുംബം എൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ കയ്യും കൂപ്പി നിൽക്കുക. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അച്ഛൻ പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്തു. രാവിലെ ക്രിസ്മസ് എന്ന് രാവിലെ ഞങ്ങളൊരു 10 പൊതി ഉണ്ടാക്കി ഞങ്ങൾ ഇറങ്ങി. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ അടുത്ത, റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിയില്ല, അതിനു മുമ്പ് 10 പൊതിയും തീർന്നു. ഇവരെന്നോട് വാച്ചാ, കിട്ടിയ സന്തോഷം, കിട്ടിയ ദൈവം, താങ്ക് യു ഫോർ ടെല്ലിങ് അസ് ദിസ്. ഞങ്ങളോട് അച്ഛൻ അത് പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അതിനോർക്ക് ആ കുടുംബം എൻ്റെ മനസ്സിൽ നിന്ന് 2 പൊടിപ്പിള്ളേരും ഒരു അപ്പനും അമ്മയും വന്ന് നിൽക്കുക. മകള്, Christ has to flow. You have to become Christ. ഇത് ക്രിസ്തു ജനിച്ച, നീ ക്രിസ്തുവായി ജനിക്കുന്നതാണ് ക്രിസ്മസ്. ഹല്ലേലൂയ. പാപ്പ പറഞ്ഞത് കേട്ടായിരുന്നോ? ഈ ക്രിസ്മസിന് ചെയ്യേണ്ടത് പിണങ്ങിയിരിക്കുന്നവരെ ഫോണിലെങ്കിലും വിളിച്ച് മാപ്പി ചോദിക്കണം. പ്രായമുള്ളവര്, ഉപേക്ഷിക്കപ്പെട്ട ആരെങ്കിലും ആ വീട്ടിൽ പോകണം. 3 കുടുംബാംഗങ്ങൾ ആരെങ്കിലും വേണ്ട അകന്നിരിക്കുവാണെങ്കിൽ അത് വേണം. പിന്നെ 4 പ്രാർത്ഥനയാന്ന് തോന്നുന്നു, 5 ഞാൻ നോക്കുന്നത്. അങ്ങനെ 5 കാര്യങ്ങൾ പാപ്പ പറഞ്ഞിട്ടുണ്ട് ഈ ക്രിസ്മസിന് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. ഹല്ലേലൂയ. ക്യാൻ യു ബിക്കം, എൻ്റെ പൊന്നു കൂട്ടാ, നിനക്കൊരു ക്രിസ്തു വാങ്ങാൻ പറ്റും. കുടുംബത്തിൽ മതി, വെളിയിലോട്ട് ഒന്നും ഒഴുകണം. നീ ഒരല്പം കൂടെ സ്നേഹം, ചിരിച്ചു വന്ന് വീട്ടിൽ ചിരിച്ചേ, ആ മോനെ നോക്കി, ആ മോളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചേ, ഒന്നിച്ചൊന്ന് ഇരുന്നേ, ഒന്നിച്ചൊന്ന് പള്ളിയിൽ പൊക്കേ. നഷ്ടപ്പെടുക മക്കളെ. നമുക്ക് അരണ പറയുന്നുണ്ട് ക്രിസ്തു ഇല്ലാത്ത ക്രിസ്മസുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്.
ഇത് പ്രസംഗമില്ല, ജീവിതത്തിലെ ക്രിസ്തു ഉണ്ടോ? ക്രിസ്മസിൽ പള്ളിയിൽ പോയ ക്രിസ്തുവിനെ കിട്ടുമോ? ദൈവമേ, ക്രിസ്തു നിന്റെ ജീവിതത്തിൽ നിൽക്കണം. ക്രിസ്തു നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണം. ക്രിസ്തു നിന്നെ ജീവിതത്തിൽ പ്രചോദിപ്പിക്കണം. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ മുഴുവൻ വിട്ടങ്ങ് ഇനി നമുക്ക് വായിച്ചോ നിങ്ങളത്. ആ ഭാഗം അതാണ്. നമ്മൾ ഇനി വരാൻ പോകുന്ന 9-ാം അധ്യായത്തിലാണ്. ക്രിസ്മസിന്റെ ഒരുക്ക ധ്യാനം നടത്താനാ പറഞ്ഞേ. 9-ാം അധ്യായം 1-ാം വാക്യം ഒന്നിച്ച് വായിച്ചേ. എന്നാൽ ദുഃഖത്തിൽ ആണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകും. ഇതാ ക്രിസ്മസ്. നമ്മുടെ ജീവിതം, നമ്മുടെ അന്ധകാരം. ഇന്ന് ഇവിടെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഒരു ആനന്ദം വേണം. ഒത്തിരി മക്കൾ കുമ്പസാരിക്കാൻ വേണ്ടി ലൈൻ നിൽക്കുന്നുണ്ട്. ആ കുമ്പസാരം കഴിയുമ്പോൾ കിട്ടണം അത്. ഞാനൊക്കെ നാളുകൾക്ക് മുമ്പ്, ഒത്തിരി കുറച്ച് വർഷങ്ങളായി, ഒരു അറിയത്തില്ല 2005 ആ സമയം കണ്ട ഞാൻ പഠിക്കാൻ പോയ സമയത്താണ് അമേരിക്കയിൽ. ക്രിസ്മസ് ഏറ്റവും വലിയ അമേരിക്കയിലെ ആത്മീയ ആഘോഷം ക്രിസ്മസാണ്. പള്ളി നിറഞ്ഞ് പാക്ക്, നമുക്ക് നല്ല തണുപ്പാണ്. അപ്പോൾ ബാൽക്കണിയിലും എല്ലായിടും നിറഞ്ഞ് തിങ്ങി പാക്ട്. സായിപ്പന്മാർ നിലത്തൊന്നും ഇരിക്കത്തില്ല, നമ്മളെ പോലെ നിലത്തൊന്നും ഇരിക്കത്തില്ല. അവർ മുഴുവൻ ബെഞ്ചസ് ഉണ്ട്, ബെഞ്ചുകൾ, നല്ല ബെഞ്ചുകളാണ്. ഇല്ലെങ്കിൽ അവിടെ പള്ളി മുഴുവൻ ക്രൗഡുണ്ട്. ബാക്കിയുള്ള സ്ഥലത്ത് മുഴുവൻ തിങ്ങി നിറഞ്ഞ് നിൽക്കുക. വൈകിട്ട് 5 മണിക്കത്തെ കുർബാനയുണ്ട്, നേറ്റിവിറ്റി മാസ് എന്ന് പറഞ്ഞുകൊണ്ട്. അത് പിള്ളേരുടെ കുർബാനയാണ്. പിള്ളേരിങ്ങനെ അവർ ഇതിനകത്ത് ക്രിബൊക്കെ അവതരിപ്പിക്കും, മാതാവും. അപ്പോൾ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഈ പേരൻസ് എല്ലാം കൂടെ വന്നു. ഭയങ്കര വലിയ കുർബാനയാണ്, ഏറ്റവും ക്രൗഡഡ്. അതിന് ഏറ്റവും കൂടുതൽ ആൾ വരുന്നത്. എൻ്റെ പാസ്റ്റർ നല്ലൊരു അച്ഛനായിരുന്നു. അച്ഛൻ എല്ലാ തവണ എന്നെ കൊണ്ട് കുർബാന ഇരിക്കത്തുള്ളൂ. എൻ്റെ ആക്സെൻറ്റ്, മലയാളം ആക്സെൻറ്റ്, നല്ല ഫ്രഞ്ച് ആക്സെൻറ്റ്, അങ്ങനെയൊക്കെയാണ്. എന്നാലും നല്ല മിടുമിടുക്കാൻ ഇംഗ്ലീഷ് അച്ഛൻ മാർക്കറ്റ് സെബാസ്റ്റ്യൻ, യു സെലിബ്രേറ്റ് ദിസ് മാസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുർബാനയില്ല. ഒന്നും നിറച്ച് മനുഷ്യർ. അങ്ങനെ കുർബാനയ്ക്ക് വേണ്ടി 5 മിനിറ്റ് മുമ്പ് ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കണം. അവിടുത്തെ നിയമമാണ് കൃത്യം 4:59 ആൾക്കാരിലേക്ക് നീങ്ങണം. 5 മണിക്ക് ഷാർപ്പ് കുർബാന തുടങ്ങണം വൈകിട്ട്. എന്നിട്ട് ഇരുട്ടാകും. ഞാൻ 4:55 ആയി വന്ന് ഉടുപ്പൊക്കെ ഇട്ട്. പിന്നെ ടെൻഷനുണ്ടല്ലോ, ഇംഗ്ലീഷിൽ പറയണം. അച്ഛൻ നിൽപ്പുണ്ട്. അച്ഛനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാം. ആളുകൾ ക്രൗഡാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ വന്ന് പ്രാർത്ഥിച്ചൊക്കെ നിൽക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞു പെട്ടെന്ന് ലൈൻ നിന്നു. വലിയ പ്രദക്ഷിണമായിട്ട് ഇങ്ങനെ ആൾക്കാരിലേക്ക് വരുന്നത്. ഞാനിങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേന് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒന്ന് കുമ്പസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ വാച്ചിലേക്ക് നോക്കി, 4:57, 4:58. ഞാൻ പറഞ്ഞു, മോനെ, ഇറ്റ്സ് ഓൾറെഡി ടൈം ഫോർ മാസ്. ഐ എം ഓൾറെഡി റെഡി ഫോർ ദ മാസ്. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് പതുക്കെ പറഞ്ഞു, ദെൻ യു വോണ്ട് സീ മീ എനിമോർ. ഇംഗ്ലീഷൊന്നും അറിയത്തില്ലെങ്കിലും എനിക്കതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നു. ഇനി അവൻ ലോകത്തുണ്ടാവില്ലെന്ന് അവൻ പറഞ്ഞേ. യു വോണ്ട് സീ മീ എനിമോർ. ഇനി ഒരിക്കലും നീ എന്നെ കാണില്ലെന്ന് പറഞ്ഞു. ഞാനപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു. വാട്ട് ഹാപ്പൻഡ്? ഐ വാണ്ട് ടു ടെൽ യു സംതിങ് ഫാദർ എന്ന് പറഞ്ഞു. ഞാൻ ആ വാതിലിനെ ഒരു മൂലയ്ക്കോട്ട്, കാരണം നിറച്ച ആൾ നിൽക്കുക, അതിൻ്റെ മൂലയ്ക്കോട്ട് അവനെ വിളിച്ചിട്ട് മാറി നിന്നു. അവൻ കുമ്പസാരിച്ച് അവൻ പോയി. ഞാൻ കുർബാനയ്ക്ക് 3-4 മിനിറ്റ് താമസിച്ച് ഞാൻ കുർബാന 2-3 മിനിറ്റ് കൊണ്ട് കുമ്പസാരിപ്പിച്ച് വിട്ടു. പിന്നീട് ഒരു വർഷം ഞാൻ തിരിച്ചു പോയി. 2008 തിരിച്ചു വന്നു. അതുപോലെ ക്രിസ്മസിന് വീണ്ടും ആ കുർബാന എൻ്റെ കുർബാനയാണ്. അപ്പം ഞാൻ 5 മണി കുർബാനയ്ക്ക് വേണ്ടി ഇങ്ങനെ കയറാൻ തുടങ്ങുമ്പോൾ ഞാൻ നോക്കുമ്പം ഒരു യുവാവും ഒരു യുവതിയും ഒരു കൊച്ചും കൂടെ നിൽക്കുക. സെയിം സ്റ്റോറി. നമുക്ക് സിനിമ പോലെ ടൈപ്പാണെങ്കിൽ ഞാനതുപോലെ വെസ്റ്റ് ചെയ്ത് 5 മിനിറ്റ് മുമ്പ് നേരത്തെ റെഡിയാണ്. ഇങ്ങനെ ഇറങ്ങി വരുമ്പം വീണ്ടും ഒരുത്തൻ വന്ന് എൻ്റെ തോളെ തട്ടുന്നു. അവൻ എന്നോട് ചോദിച്ചു, ഡു യു റെക്കഗ്നൈസ് മീ? നിനക്കെന്നെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഞാൻ ചിരിച്ചു. ഞാൻ പറഞ്ഞിട്ട് ഐ റിമെമ്പർ യു ബട്ട് എക്സാക്ട്ലി ഐ ഡോണ്ട് നോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉരുളാൻ തുടങ്ങി. അവൻ പറഞ്ഞു, യു ഹേർഡ് മൈ കൺഫെഷൻ 5 years back. That day I came to commit suicide. I have broken away with this girl. ഈ പെണ്ണുമായിട്ട് വഴക്കുണ്ടാക്കി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഞാൻ വന്നന്ന് ഈ പള്ളിയുടെ മുറ്റത്ത് വണ്ടികളും ആളുകളും കിടക്കുന്നത് കണ്ട് ക്രിസ്മസ് ആണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കയറി വന്നപ്പോൾ അച്ഛൻ അവിടെ നിൽക്കുന്നത് കണ്ടു. ഞാൻ അച്ഛനോട് പറഞ്ഞു കുമ്പസാരിക്കണമെന്ന്. അച്ഛൻ പറഞ്ഞു സമയമായെന്ന്. ഞാൻ പറഞ്ഞു അച്ഛൻ ഇനി എന്നെ കാണില്ലെന്ന് ഞാൻ പറഞ്ഞു. അച്ഛൻ അന്ന് നിന്ന് എൻ്റെ കുമ്പസാരം കേട്ടു. അച്ഛൻ അന്ന് എന്നെ രക്ഷിക്കുമായിരുന്നു. അച്ഛോ
അച്ഛൻ അന്ന് എന്നെ ജീവനിലേക്ക് പിടിച്ചുയർത്തി. ഇന്ന് നോക്ക്, ഞാൻ ഇവളെ കല്യാണം കഴിച്ചു, ഇതെൻ്റെ കുഞ്ഞാണച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മകളെ നോക്കിയോ, ഒരു ഭയങ്കര എൻ്റെ ജീവിതത്തിന്. അതുകൊണ്ട് എന്ത് പറ്റും, ഒറ്റ കുമ്പസാനെ മിസ് ചെയ്യത്തില്ല. ചില മനുഷ്യന്മാർ സംസാരിക്കാൻ വേണ്ടി വരും. നിങ്ങൾ ആരോടും പറയല്ല, ഇത് ലൈവും പോകുന്നതാന്ന് തോന്നുന്നു, എന്നാലും പറയാം. മിനിഞ്ഞാന്ന് ഞാൻ കുമ്പസാരിച്ച കാറയിലിരുന്നുണ്ടാകും. ഞാൻ വണ്ടിയിൽ അത്യാവശ്യം ഇങ്ങനെ ഇറങ്ങി വരിക. അങ്ങനെ കുമ്പസാരിപ്പിക്കാൻ പാടില്ല, കുമ്പസാരിക്കൂട്ടി കുമ്പസാരിപ്പിക്കണം. ദൈവമേ, അറസ്റ്റ് വരുമോ എന്നറിയത്തില്ല, എന്നാലും പറയാം. ഒരുത്തം വന്നിട്ട് വാങ്ങിച്ചു കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എന്തോ എമർജൻസിക്ക് ഓടാൻ തുടങ്ങുക. ഞാൻ പറഞ്ഞു, മോനെ പള്ളിയിലിരിക്കുക, ഞാനും 1 മണിക്കൂർ കഴിഞ്ഞ് വരും, ഇല്ലെങ്കിൽ അച്ഛന്മാർ കാണുമെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് ഇങ്ങനെ ഇതെന്ന് കാലെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ക്ലിക്ക് ചെയ്തു, ഇതൊരു യുവാവാണ്. ഞാൻ പറഞ്ഞു, നിനക്ക് ഇവിടെ നിന്ന് കുമ്പസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഇല്ലെന്ന് പറഞ്ഞു. എൻ്റെ വണ്ടിയുടെ ഡോറയിലുണ്ട് അവൻ്റെ കണ്ണീർത്തുള്ളി, അവിടെ ഇരുത്തി അങ്ങ് കുമ്പസാരിക്കുക. ആദ്യം പിന്നെ ഒരാൾ കുമ്പസാരിക്കാൻ ചോദിച്ചാൽ ആദ്യം ഞാൻ ഓടിച്ചെന്ന് വരും, എന്നാലും പറയും ബാന്ന് പറയും. അന്നത്തെ ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഇതാ തിരുവചനം പഠിപ്പിക്കുന്ന എന്താണ്, ദുഃഖത്തിൽ ദൈവങ്ങൾ ഇന്ന് ദുഃഖങ്ങൾ തീരുന്ന ദിവസമാണ്. ദുഃഖത്തിൽ ആണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങും. നമുക്ക് താഴോട്ട് വരാം, സമയമില്ലാത്തതുകൊണ്ട് മുഴുവൻ വായിക്കാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് ജനതകളുടെ ഗലീലിയെ അവിടുത്തെ മഹത്വം പോകും. അതായത് ജനതകളുടെ ഗാലിലി ഓഫ് ജെൻറ്റൈൽസ്, വിശ്വാസമില്ലാത്തവര്, പ്രാർത്ഥിക്കാത്തവര്, വഴക്കുണ്ടാക്കുന്നവര്, ചേരി എന്നൊക്കെ പറയല്ലേ, എന്നും വഴക്കും ബഹളവും ഒച്ചപ്പാടും ഒക്കെ ഉള്ള സ്ഥലം, അങ്ങനത്തെ ഒരു സ്ഥലം, അതിനെ കർത്താവ് ഇതാ ഒരു നഗരമാക്കി പണിയാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പറയാം, വായിച്ച് 2-ാം വാക്യം. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു അതേ മകളെ, ക്രൈസ്റ്റ് ഈസ് ദ ലാംപ്, ഐ ആം ദ ലൈറ്റ്, ഐ ആം ദ ലാംപ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അവൾ ഇത് ബൈബിളിൽ എഴുതി, നിന്റെ ജീവിതമാകണം. നിന്നെ പിടിച്ചു നിർത്തുന്നത്, തകർച്ചകളിൽ നിന്നെ പിടിച്ചുയർത്തുന്നത്, നിരാശയിൽ നിന്നെ പറ്റിയ നീ ഓടുക, പള്ളിയിലോട്ട് കുർബാനയ്ക്ക് നീ ഓടുക, കുമ്പസാരക്കൂട്ടേക്ക് നീ ഓടുക. ക്രിസ്തുവിന് ചെയ്യാൻ പറ്റും മക്കളെ. നമുക്കറിയാം ക്രിസ്തു സംഭവം BC മേടി ബിഫോർ ക്രൈസ്റ്റ് അന്നോ ഡോമിനി. ക്രിസ്തുവിന് മുമ്പുള്ളൊരു കാലം ഉണ്ടാവണം, ക്രിസ്തുവിനോട് ചേർന്നുള്ളൊരു കാലം ഉണ്ടാവണം നമ്മുടെ ജീവിതത്തില്. ഹല്ലേലൂയ. ഒരു ബിഫോർ ക്രൈസ്റ്റ് ഒക്കെ ഉണ്ട് മകളെ. കുറച്ച് ബൈബിളും വായിച്ച്, കുറച്ച് പ്രാർത്ഥിച്ച്, കുറച്ച് വഴക്കുണ്ടാക്കി, കുറച്ച് കള്ളും കുടിച്ച്, കുറച്ച് കുറ്റവും പറഞ്ഞൊക്കെ ജീവിച്ച ഒരു ബിഫോർ ക്രൈസ്റ്റ് ആയി. പക്ഷെ പിന്നെ കർത്താവിനെ സ്വന്തമാക്കി, ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. ജീവിതം മാറും മകളെ, ജീവിതം മാറും. നോക്കി അടുത്ത് വായിച്ചോ. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു, അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു, അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെയും പോലെയും കവർച്ച വസ്തുക്കൾ പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുല. എങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ജീവിതത്തിൽ നൽകാവുന്ന ആനന്ദം അത് ക്രിസ്തു തരും. മിനിഞ്ഞാന്നൊരു വ്യക്തി പ്രാർത്ഥിക്കാൻ വന്നു. ഇപ്പം വന്നിട്ട് പറഞ്ഞു, ഞാൻ മറ്റൊരു മതത്തിലെ ആളായിരുന്നു, ഞാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചതാണ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള് എന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്ന് അവളും മറ്റൊരു മതത്തിലായിരുന്നു. കുടുംബ പ്രശ്നമായിപ്പോഴേ ഞാൻ ചോദിച്ചു, നീ എന്തിനാ ക്രിസ്ത്യാനിയായെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, 2005 മുതൽ ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. 2005 മുതൽ ഞാൻ വചനം വായിക്കുന്ന. 2005 ഞാനൊരു ധ്യാനം കൂടിയതാണ്. അന്ന് മുതൽ എന്നും ഞാൻ. ഇപ്പൊ ഇവള് പറയുന്നു ഈശോ ഉപേക്ഷിക്കാൻ. കുടുംബ പ്രശ്നത്തിന് കാരണം ഇതാ. കുരിശ് വരയ്ക്കാൻ പാടില്ല, ബൈബിൾ വായിക്കാൻ പാടില്ല, പള്ളിയിൽ പോകാൻ പാടില്ല. അവൻ പറഞ്ഞ കേട്ടോ, എനിക്ക് കൃത്യമായി അവൻ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നീ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുവാണെങ്കിൽ നിന്റെ കൂടെ ഞാൻ ജീവിക്കാം. അവൻ പറഞ്ഞാൽ ഞാനങ്ങനെ ഉപേക്ഷിക്കുന്നേ. ഞങ്ങളെ ഒരു മറ്റൊരു മതവിശ്വാസിപ്പെട്ടവൻ മാമോദിസ മുക്കിട്ട് എന്നോട് ചോദിച്ച ചോദ്യമാണ്. ഇന്ന് രാവിലെ കേട്ട കാര്യം കേൾക്കണം നമുക്ക്. ഒരു പെങ്കൊച്ച്, അവൾക്ക് 30 വയസ്സ് പ്രായമുണ്ട്, ഒരു മാലാഖ് കൊച്ച്. കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് എൻ്റെ പുറകെ നടക്കുക. പ്രാർത്ഥിക്കച്ചോ കല്യാണം, പ്രാർത്ഥിക്കച്ചോ കല്യാണം, പ്രാർത്ഥിക്കച്ചോ കല്യാണം.
കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ആദ്യം പരിശോധന 25-ാം തീയതിക്ക് മുമ്പ് നിനക്ക് കല്യാണമാവുമെന്ന് പറഞ്ഞു. ഈ ആഴ്ച ഒരു കല്യാണമായി. അത് കഴിഞ്ഞിട്ട് ഫേസ്ബുക്ക് നോക്കുമ്പോൾ അതിനകത്ത് മുഴുവൻ അവൻ ദൈവനിഷേധം എഴുതിയിരിക്കുക. പയ്യൻ കോവിഡിന്റെ സമയത്ത് അവർ അതിപ്പോൾ അച്ഛന്മാരുടെ കള്ളത്തരമല്ലേ, പ്രാർത്ഥിച്ചില്ലേ, സുഖപ്പെടുത്തില്ലേ. ഇവനൊരു ദൈവവിശ്വാസമില്ലാത്ത ഒരാളെ പോലെ. ഇന്ന് അവളുടെ അമ്മ എൻ്റെ മുമ്പിൽ വന്ന് വാവിട്ട് നിലവിളിച്ചു. എന്നാ ചെയ്യണേ, നല്ല ചെക്കനാ, നല്ല കുടുംബമാ, നല്ല ജോലിയാ. പക്ഷെ അവൻ്റെ കമൻസ് നോക്കിക്കഴിഞ്ഞപ്പോൾ അവൻ ഇങ്ങനെയൊക്കെ അച്ഛോ കമൻസ് ഇട്ടേക്കുന്നത്. അവൾ പറഞ്ഞത്രേ, ഇവനെ എങ്ങാനും കെട്ടിയിട്ട് എന്നെ പള്ളിയിലും കൂടെ വിടാതിരുന്ന ഒരു കൊച്ചി എനിക്ക് മാമോദിസായും കൂടെ കൊടുക്കാൻ പറ്റുകയില്ലെങ്കിൽ, വീട്ടിൽ പ്രാർത്ഥിക്കാൻ പറ്റുകയില്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ നിന്നോളാം. ഈ ലോകത്തിലൊടുങ്ങിയിരുന്ന പിള്ളേര് അവള് പറഞ്ഞ എനിക്ക് കല്യാണം വേണ്ട. ഉപവാസ പെണ്ണ് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ നമുക്ക് വേണ്ടി. എന്തൊരു ഗഡ്സാ മക്കളെ. നല്ല സുന്ദരക്കുട്ടൻ, നല്ല ജോലി, നല്ല കുടുംബം. അവൻ ഈശോയെ വിമർശിച്ചു എന്ന ഒറ്റ കാരണത്തെ കല്യാണം വേണ്ട എന്ന് വെക്കാൻ പറ്റുന്ന 30 വയസ്സുള്ള പെൺകുട്ടി ആരായിരിക്കും അത്? ഇതാ ക്രിസ്തുവിലായിരിക്കുന്ന പ്രത്യേകത. പൗലോസ് പറയുന്നില്ലേ, അവനെ നേടുന്നതിന് വേണ്ടി എനിക്ക് ലാഭമായിരുന്നതെല്ലാം ഞാൻ ഉച്ഛിഷ്ട പോലെ പരിഗണിച്ചു. ക്രിസ്തുവിന് വിലയുണ്ട് മക്കളെ. ഞാനും നിങ്ങളൊന്നും ഈ വില കൊടുക്കുക. നമ്മളൊക്കെ ഇങ്ങനെ ഒരു സൗകര്യ ക്രിസ്തുവാണ്. നമ്മൾ ചങ്ക് പൊട്ടിപ്പോയി. ഒരു പെങ്കൊച്ചൻ 30 വയസ്സ്, അവിടെ കൂട്ടുകാരികളെല്ലാം കല്യാണം കഴിഞ്ഞു. ഒരു നല്ല കല്യാണം, ഉയർന്ന ഉദ്യോഗ ജോലിയുള്ള പയ്യനോട് കല്യാണം വന്നിട്ട് അവൻ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു എന്ന ഒറ്റക്കാരുടെ വിവാഹം വേണ്ട എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, അത് കർത്താവ് ഒരു അടയാളം വേണ്ടെന്ന് വെച്ചേക്കാൻ പറഞ്ഞു. ഞാനും അങ്ങനെ തന്നെ പറഞ്ഞു വിട്ടു. വേണ്ട, ക്രിസ്തു ഇല്ലെങ്കിൽ എനിക്ക് നിന്നോട് ബന്ധമില്ല. ക്രിസ്തു ഇല്ലെങ്കിൽ, നിനക്ക് ക്രിസ്തുവിനെ വേണ്ടെങ്കിൽ എനിക്ക് നിന്നെ വേണ്ട. ഇനിയുണ്ട് അച്ഛനെ കഥ പറയാൻ. സമയമൊക്കെ ഒരു 5 മിനിറ്റ് കൂടെ പറയാൻ നിർത്താം. ദൈവമക്കളെ, നമുക്ക് ഈ തിരുവചനം തിരിച്ച് പെട്ടെന്ന് നമുക്കൊരു മത്തായി സുവിശേഷത്തിലേക്ക് ഒന്ന് വന്നാലോ? ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമല്ലേ, മറ്റേതൊക്കെ നമുക്ക് വിട്ടിട്ട്. മത്തായി സുവിശേഷം എടുത്തേ, 1-ാം അധ്യായം എടുത്തേ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം മുതൽ. മുഴുവൻ വായിക്കുന്നില്ല, നമ്മൾ ഏതാനും വാക്യങ്ങൾ 18 വായിച്ചു. ഒന്ന് പെട്ടെന്ന് വായിച്ചു. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. ക്രിസ്മസ് ഈസ് എ ക്രൈസിസ്. ക്രിസ്മസ് ഈസ് എ ക്രൈസിസ്. നല്ലൊരു പെങ്കൊച്ച് മേരി, നല്ല പയ്യൻ, ആരെയും വേദനിപ്പിക്കാൻ അറിയാത്തൊരു പയ്യൻ. അവൻ്റെ പേര് ജോസഫ്. കൊച്ചുങ്ങളുടെ കല്യാണം ഉറപ്പിച്ച് കഴിയുമ്പോൾ ഇതാ ആ പാവം കുട്ടി, പെൺകുട്ടി മേരി, അവളത്ര ശരിയല്ല എന്നൊരു ന്യൂസ്. ലൂക്കാസ് സുവിശേഷം നമ്മൾ വായിക്കുന്നത്, നമുക്കറിയാം കാര്യം എന്താണെന്നുള്ളത്. നോക്കിയോ മക്കളെ, ക്രൈസ്റ്റ് ഈസ് എ ക്രൈസിസ്. Christmas is a crisis. Oh, Christ is a challenge. Christmas is a challenge. ക്രിസ്തു ഒരു വെല്ലുവിളിയാ മക്കളെ. ക്രിസ്മസ് ഒരു വെല്ലുവിളിയാ. ഞാനും നിങ്ങളിങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുക. No, it will shake your life and it should shake your life. നിന്റെ ജീവിതത്തെ പിടിച്ച് കുലുക്കും ഇത്. ക്രിസ്മസ് is not a simple breeze. It is a tempest. ക്രിസ്മസ് ഒരു ഇളങ്കാറ്റല്ല, ക്രിസ്മസ് ഒരു കൊടുങ്കാറ്റാണ്. ഹല്ലേലൂയ. ഒച്ചത്തി പറ ഹല്ലേലൂയ. അച്ഛനെ പ്രീസ്റ്റ്ഹുഡ് മാറും.
അച്ഛന്റെ പ്രീസ്റ്റ്ഹുഡിന്റെ രീതികൾ മാറും. ആത്മീയ ശുശ്രൂഷയിൽ ആരെങ്കിലുമൊക്കെ നല്ലത് പറയുമ്പോൾ വേദനിക്കുന്ന ഒരുത്തനാ ഞാനാ. കഴിഞ്ഞ ദിവസം ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചെന്ന് ക്രിസ്മസ് മെസ്സേജിനെ വിളിച്ചതാ. എന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഈസ് എ മിറക്കിൾ വർക്കർ, ഈസ് എ സ്പിരിച്വൽ ലീഡർ. എന്ത് മിറക്കിൾ മക്കളെ! ഞാനിരുന്ന് എൻ്റെ കർത്താവെ അവിടെ തീർന്നു പോയെന്നല്ല, എന്ത് മിറക്കിള്, എന്ത് ലീഡർഷിപ്പ്! ഒന്നുമല്ല മക്കളെ, ഈ പറയുന്നതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ല, എൻ്റെ ആഗ്രഹങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കണേ. നന്നായിട്ട് ക്രിസ്തു വേദനിപ്പിക്കുന്നുണ്ട് മക്കളെ. സുവിശേഷം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഈ ക്രിസ്മസ് അത്യധികമായിട്ട് എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. ഒരു വല്ലാത്ത വെല്ലുവിളിയാണ്. ക്രിസ്തു ഒരു വെല്ലുവിളിയാണ് മക്കളെ. ഇറ്റ്സ് നോട്ട് ഈസി. ഇറ്റ് ഈസ് നോട്ട് ഈസി. എളുപ്പമല്ല. ഈ ക്രിസ്തുവായിട്ടുള്ള നോക്കിയേ, ആ കുടുംബത്തെ അടിമുടി അളക്കുക. പരിശുദ്ധാത്മാവിനെ ഗർഭിണിയായി കാണപ്പെട്ടു. വെല്ലം പിടി കിട്ടും യോസേപ്പിന്. മേരിക്ക് വെല്ലം പിടി കിട്ടും ഇല്ല. രണ്ടു പേർക്കും കാര്യമായിട്ടൊന്നും പിടി കിട്ടുക. പക്ഷെ ഒരു കാര്യം അറിയാം, ദൈവദൂതം പറഞ്ഞിട്ടുണ്ട്. മാതാവിനതറിയാം. ഞാൻ ആമയം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് വയറ്റിൽ അനക്കം തുടങ്ങിയേക്കുന്നത്. അതും മാതാവിനറിയാം. ജീവിതം വെച്ച് കളിക്കാൻ പറ്റും അവൻ്റെ ക്രിസ്തുവിനെ പ്രതി. കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിൽ മീഡിയ വില്ലേജിൽ പിള്ളേർക്ക് ഒരു അനോയിൻറ്റിങ് പ്രയറിന് പോയായിരുന്നു. അവിടെ മിസ്, അവരുടെ ഒരു ടീച്ചർ, പെൺകുട്ടി, കൊച്ചുപെണ്ണ, അവളാ കൊച്ചുങ്ങളോട് പറയുന്ന വർത്താനം കേട്ടപ്പോൾ ഞാൻ കിടുങ്ങിപ്പോയി. അവൾ ഈശോയുടെ സ്നേഹത്തെ പറ്റിയൊക്കെ പറയും. ഈശോ ഇങ്ങനെ കൈക്ക് പിടിച്ചുകൊണ്ട് പോകുന്നു, ഈശോനെ കെട്ടിപ്പിടിക്കുന്നു. She can have all the sentiments with Christ. നമുക്ക് ക്രിസ്തു ഒരു രൂപമല്ലേ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അതിനപ്പുറത്ത് നിന്റെ ജീവിതത്തെ ചലിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ക്രിസ്തു നിനക്ക് മാറിയിട്ടുണ്ടോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നോക്കിയേ, അടുത്ത വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു നമുക്ക് അവസാനം. അതുകൊണ്ട് നിർത്തുക അച്ഛൻ. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാൻ. നീതിമാൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇരിച്ചുകൊണ്ട് നല്ല വാക്ക് വിശുദ്ധൻ എന്ന് വേണം കിട്ടും. അവളുടെ ഭർത്താവ് ജോസഫ് ഒരു വിശുദ്ധനായിരുന്നു. വിശുദ്ധൻ്റെ പ്രത്യേകതയാണ് മക്കളെ, ആരെയും വേദനിപ്പിക്കത്തില്ല. വിശുദ്ധനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാം. ആരും നാണം കെടാൻ വിശുദ്ധന് സമ്മതിക്കില്ല. എന്തുമാത്രം പേരെ നമ്മൾ വിഷമിപ്പിക്കാറുണ്ടല്ലേ കുടുംബജീവിതങ്ങളിലൊക്കെ. ഒരു വിലയെങ്കിലും ഭാര്യയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? ചില ഭർത്താക്കന്മാർ വന്നിട്ട് പറയും എന്നോട്, അച്ചോ അവളും പിള്ളേരും ഒറ്റക്കെട്ട്, അവളും. എനിക്ക് ചങ്ക് വിട്ടുന്നൊരു കേൾവിയാണ് അത് കേട്ടോ. ചേട്ടന് വല്ലാത്ത കോംപ്ലക്സ് അടിച്ച് കയറിയിരിക്കുക. ചേട്ടന് ഭ്രാന്ത് പിടിക്കും, അല്ലെ ചേട്ടൻ ആത്മഹത്യ ചെയ്യും. ഇങ്ങനെ നിങ്ങളുടെ ഭർത്താക്കന്മാർ പറഞ്ഞ് ഓർത്തോണം. ഒന്നെങ്കിൽ ചേട്ടൻ ആത്മഹത്യ ചെയ്യും, അല്ലെ ചേട്ടന് ഭ്രാന്ത് പിടിക്കും. ആ ഒരവസ്ഥ കുടുംബത്തിലുണ്ടാവില്ലേ? അവളും മക്കളും. ഞാനൊന്നും അറിയത്തില്ല ചോ, ഞാനാ വീട്ടിലുള്ളതല്ലേ, എന്നോടൊന്നും പറയാറില്ല. എനിക്കറിയില്ല അവരൊക്കെ എന്നാ ചെയ്യുന്നതെന്ന്. ഭക്ഷണം കഴിച്ചിട്ട് ചേട്ടൻ നേരത്തെ കയറി കിടക്കും. വീട്ടിൽ ഇരുന്നിട്ട് കാര്യമൊക്കെ നാട്ടിൽ കൂടെ ഒക്കെ നടക്കും. ഭക്ഷണം കഴിക്കാൻ നേരത്ത് വരും, എന്തെങ്കിലും വിളമ്പി വെക്കും, അത് വെച്ച് വീണ്ടും പോവും. വൈകുന്നേരം നേരത്തെ കയറി കിടക്കും. മക്കളെ, ഇതൊന്നും അല്ല കേട്ടോ കുടുംബം. പോട്ടെ. ആയിഷേ, അവൻ വിശുദ്ധനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായാലും എൻ്റെ ഭാര്യയെ ഒരു വാക്കുകൊണ്ട് ഇതാ ക്രിസ്തുവിൻ്റെ പ്രത്യേകത. ക്രിസ്തുവിൻ്റെ പ്രത്യേകത നമ്മൾ പഠിക്കണം മക്കളെ. ആരെയും ചെറുതാക്കി കാണല്ല. അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എങ്ങനെയാണെന്നറിയോ? വിശുദ്ധ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാ. യോസേഫ് പിതാവ് നാടുവിടാൻ തീരുമാനിച്ചു. അവളെ ഞാൻ പഴപ്പിച്ചിട്ട് ഞാൻ സ്ഥലം വിട്ടൊന്നായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഈ പെണ്ണിനെ അവർ കല്ലെറിയും. ചാകാനുള്ള ഒരുക്കത്തിൻ്റെ പേരാണ് കല്യാണം. ബലിയാകാനുള്ള മക്കളെ നോക്കുക. ഈ യോസേപ്പൊക്കെ എന്തായാലും വളരുന്നെന്ന് നോക്കിക്കേ. അവൻ നാടുവിടാൻ തീരുമാനിച്ചിരിക്കും, അല്ലെങ്കിൽ ഷുവ, കാരണം പ്രസവിക്കും. ഇപ്പം അതിന് കാരണം കല്യാണം കഴിച്ച യോസേപ്പല്ല. ഇപ്പോഴത്തെ വിഷയത്തിൽ അവളെ കൊല്ലത്തില്ല. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അവള് ക്രിസ്മസ് ഈസ് എ സാക്രിഫൈസ്. ഒരു ബലി വേണം.
വീണ്ടും അവൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് then you will see the angels. മക്കളെ, ഇവിടെ ഇന്ന് എല്ലാവരോടും പരിശുദ്ധാത്മാവ് ഇത് പറയുന്നതാണ്. നീ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോ, ദൈവത്തിന്റെ വചനത്തിൽ നീ ആമേൻ പറയുമ്പോ, ദൈവത്തിന്റെ ദൂതൻ നിനക്ക് പ്രത്യക്ഷപ്പെടും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു. എന്താ പറഞ്ഞേ? ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാൽ. Then everything will spring out of Holy Spirit. നിന്റെ സഹനവും നിന്റെ ദുഃഖവും നിന്റെ അപമാനവും ഒക്കെ പരിശുദ്ധാത്മാവിൽ നിന്ന് ആരംഭിക്കുമ്പോൾ അതൊരു അഭിഷേകമായി അനുഗ്രഹമായി മാറും. ഹല്ലേലൂയാ. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ പെട്ടെന്ന് വായിച്ചു പൊക്കുകയെ അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നേരത്തെ പറഞ്ഞ പുത്രന്റെ കാര്യം പറഞ്ഞല്ലേ, ഒരു പുത്രനെ പ്രസവിക്കും. Something new is going to happen. ഒരു പുതിയ കാര്യം, ഒരു പുതിയ വിമോചനം, ഒരു പുതിയ വിടുതൽ, ഒരു പുതിയ അത്ഭുതം, ഒരു പുതിയ അനുഗ്രഹം നിന്റെ കുടുംബത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ഹല്ലേലൂയാ. വായിച്ചേ വീണ്ടും. അവന് യേശു എന്ന് പറയും. ജീസസ് സേവ്സ്, അല്ല യാവേ സേവ്സ്. യേശു എന്ന വാക്കിന്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു. പറഞ്ഞേ, യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ നമ്മുടെ ഏറ്റവും വലിയ ഭാരം എന്താ മക്കളെ? പാവുക. കടം വന്നത് എങ്ങനെയൊക്കെ കൊടുത്തില്ല, സ്ഥലം വിട്ടിട്ടാണ് കടം വിട്ടത്. ഈ പാപം ചെയ്തതോ അവന്റെ ചോരയാൽ. ഇവിടെ നിന്ന് വായിച്ചു നോക്കൂ. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ മോചിക്കും. കന്യക ഒരു വിശുദ്ധിയ മക്കളെ. പൗരോഹിത്യത്തിന്റെ വിശുദ്ധിയുണ്ട്, സന്യാസത്തിന്റെ കുടുംബജീവിതത്തിന്റെ വിശുദ്ധിയുണ്ട് മക്കളെ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്ന വിശുദ്ധിയാണ്. അതേ സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ പെട്ടുകിടന്ന എത്രയോ കുടുംബങ്ങളുണ്ടെന്ന് അറിയാമോ? ഭാര്യയോ ഭർത്താവോ. വായിച്ചേ. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. give birth. You will give birth to a blessing. ദൈവത്തിന്റെ വചനത്തിന് നീ ആമേൻ പറയുമ്പോൾ നീ അനുഗ്രഹത്തെ പ്രസവിക്കുമെന്ന്, നിന്റെ ജീവിതത്തെ അനുഗ്രഹങ്ങളും കൃപകളും പ്രസവിക്കപ്പെടുമെന്ന്. വായിച്ചോ. ദൈവം നമ്മോടുകൂടെ. then you be rejoicing. നീ കർത്താവിന്റെ വചനം ഏറ്റെടുക്കുമ്പോ കർത്താവ് നിന്റെ കൂടെ നിൽക്കുന്ന ഒരു അനുഭവം. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത്. yes, the promises of the Lord in the Bible will be fulfilled in you. ദൈവത്തിന്റെ ഓരോ വാഗ്ദാനവും പ്രവചനവും നിന്റെ ജീവിതത്തിൽ കുഞ്ഞ് പൂർത്തിയാകും, പൂർത്തിയാകും, പൂർത്തിയാകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വായിച്ചേ. ജോസഫ് നിദ്രയിൽ നിന്നുണർന്നു. ആ കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ മെസ്സഞ്ചർ ഓഫ് ദ ലോർഡ് കമാൻഡഡ്. അവൻ ഇവിടുന്ന് എഴുന്നേക്കും. അവൻ കാരിസ്ഭവനിൽ നിന്ന് എഴുന്നേറ്റു. കർത്താവിന്റെ വചനം പറഞ്ഞതുപോലെ അവൻ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന പേരിട്ടു.